السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على محمد رسول الله أما بعد. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമുള്ള ആളുകൾക്ക് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യം എഴുതി ചോദിക്കാനുള്ളതാണ്. അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഇവിടെ ആദ്യം വന്നൊരു ചോദ്യം, 2ാം വർഷ വിദ്യാർത്ഥി സൽമാൻ. ഒന്നാമത്തത്, ഫിഖ്ഹിലെ അഭിപ്രായ ഭിന്നതകളിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് ചുരുക്കി വിവരിക്കാമോ? അതായത് നേരത്തെ പറഞ്ഞിരുന്നു, അടിസ്ഥാനപരമായിട്ട് ഒന്ന് സ്വീകരിക്കണം, അടുത്തതിനെ മാനിക്കണം. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. ഈ ഒന്ന് സ്വീകരിച്ച് അടുത്തതിനെ മാനിക്കുമ്പോൾ അത് ഓരോ സമയത്തും ഓരോന്ന് സ്വീകരിച്ച് അടുത്തതിനെ മാനിച്ചാൽ മതിയോ? അത് എപ്പോഴും പഠനം നടത്തി ഒന്ന് സ്വീകരിച്ച് അടുത്തതിനെ മാനിക്കണോ? അതോ സ്ഥിരമായിട്ട് ഒരു ചാനലിലൂടെ, ഒരു സ്ഥിരം വഴിയിലൂടെ പോകണോ? ഈ 3 രീതിയിലും ആളുകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു മദ്ഹബിനെ പിൻപറ്റുന്നവരാണ്, അടുത്ത മദ്ഹബുകളെ ആദരിക്കുന്നവരാണ്, മാനിക്കുന്നവരാണ്. മദ്ഹബി പക്ഷപാതിത്വം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കിടയിലില്ല. ചില നൂറ്റാണ്ടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പല സാമൂഹ്യ തിന്മകളും കാലങ്ങളിൽ ഉണ്ടാകും. പണ്ഡിതന്മാർ അതിനെ എതിർക്കും, തിരുത്തും, അത് മാറ്റപ്പെടും. അപ്പം അടിസ്ഥാനപരമായിട്ട് ഒന്ന് സ്വീകരിച്ച് അടുത്തതിനെ മാനിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒന്ന് ഇടക്കിടക്ക് മാറി മാറി വേണോ? അതോ ഓരോ വിഷയത്തിലും പഠനം നടത്തിയിട്ട് ഒന്ന് സ്വീകരിച്ച് അടുത്തതിനെ മാനിക്കണോ? അതോ സ്ഥിരം ഒരു സരണിയിലുള്ളതിനെ സ്വീകരിച്ച് അടുത്തതിനെ മാനിക്കണോ? നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അനിവാര്യമായി കാണുന്നത് ഒരു മദ്ഹബിനെ സ്വീകരിച്ചുകൊണ്ട് അടുത്തതിനെ മാനിക്കലാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് ഇവിടെ ഒരു ചോദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് വിവരിക്കാം. എന്തുകൊണ്ട് ഒരു മദ്ഹബിനെ മാത്രം പിൻപറ്റണം എന്ന് നമ്മൾ പറയുന്നു? പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു സംഗതി, നമ്മളൊരു മദ്ഹബിനെ മാത്രം പിൻപറ്റണം എന്ന് പറയുന്നവരാണ്. എന്നല്ല, അത് സാധാരണക്കാർക്ക് നിർബന്ധമാണ് എന്നും പറയുന്നവരാണ്. ഒരു കാര്യം നിർബന്ധമാണെന്ന് പറയുമ്പം ശക്തമായ പ്രമാണങ്ങൾ വേണം. ഒരു 4-5 ആയത്ത് വേണം, ഒരു 7-8 ഹദീസെങ്കിലും വേണം. നല്ല ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ സംഗതി? 2 തരത്തിലാണ് ഒരു കാര്യം നിർബന്ധമായി തീരുക. ഒന്ന്, സ്വന്തം നിലയിൽ അത് അടിസ്ഥാനപരമായിട്ട് നിർബന്ധമാണ്. 2, മറ്റു കാരണങ്ങളുടെ പേരിൽ നിർബന്ധമായി തീരുന്നു. വാജിബുൻ ലി ദാതിഹി, വാജിബുൻ ലി ഗൈരിഹി. വാജിബുൻ ലി ദാതിഹി, സ്വന്തം നിലയിൽ അടിസ്ഥാനപരമായിട്ട് അത് നിർബന്ധമാണ്. അങ്ങനെ പോകലാണ് ദീനൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ നേർക്ക് നേരെയുള്ള ആയത്തുകളും നേർക്ക് നേരെയുള്ള ഹദീസുകളും ഉണ്ടാകും. എന്നാൽ മറ്റു ചില സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ, അവസ്ഥകൾ ഒഴിവാക്കാൻ ഇതാണ് പോം വഴി, അത് പാടില്ലാത്തതാണ്, ആ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് സാഹചര്യങ്ങളുടെ പേരിൽ നിർബന്ധമായി തീർന്നതാണ്. വാജിബുൻ ലി ഗൈരിഹിയാണ്. ഇതിന് നേർക്ക് നേരെ പ്രമാണങ്ങൾ കിട്ടൂല. എന്നാൽ ഇതിന്റെ പേരിൽ എന്ത് പോരായ്മകളിൽ നിന്നും എന്ത് സാഹചര്യങ്ങളിൽ നിന്നുമാണോ നമ്മൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അത് പാടില്ലാത്തതാണ് എന്നതിന് നമ്മുടെ കയ്യിൽ പ്രമാണങ്ങൾ ഉണ്ടാകും. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ സംഭവിച്ചിരിക്കും എന്ന് നമുക്ക് പ്രായോഗികമായി ഉറപ്പും ഉണ്ടാകും. മനസ്സിലായല്ലോ? ഒന്ന്, വാജിബുൻ ലി ദാതിഹി, വാജിബ്. ഇമാം ഷാഫിഈയെ പിൻപറ്റൽ നിർബന്ധമല്ല, ഇമാം അബൂ ഹനീഫയെ പിൻപറ്റൽ നിർബന്ധമല്ല. അറിവില്ലാത്തവർ അറിവുള്ളവരെ പിൻപറ്റൽ നിർബന്ധമാണ്. ഇതിന് ഖുർആനിൽ തെളിവുണ്ട്. എന്നാൽ അറിവില്ലാത്തവർ അറിവുള്ളവരെ പിൻപറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇളവുകൾ മാത്രം അന്വേഷിച്ച് പിൻപറ്റാൻ പാടില്ല. ഇത് ഖുർആനിൽ പറഞ്ഞതാണ്. ഇതിന് തെളിവുണ്ട്. അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു.
പിന്നെയോ അറിവില്ലാതെ ആർക്കെങ്കിലും ആരെക്കാളും മുൻഗണന കൊടുക്കാൻ പാടില്ല. ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുമ്പം പഠിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് അറിവോടുകൂടി എടുക്കാവൂ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്തതിന്റെ പുറകെ പോകരുത്. അതുപോലെ തന്നെ ഹദീസിൽ പറഞ്ഞു, മൻ ഖദാ അലാ ജഹ്ലിൻ ഫഹുവ ഫിന്നാർ, അറിവില്ലാതെ ആരെങ്കിലും ഒരു വിധി പറഞ്ഞാൽ അവൻ നരകത്തിലാണ്. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ انتزاعا ينتزع ولكن بفضل العلماء حتى إذا لم يبقي عالما اتخذ الناس رؤوسا جهالا فأفتوا بغير علم فضلوا وأضلوا. അല്ലാഹു തആല ഒറ്റ തവണയായിട്ട് ഇൽമിനെ ഉയർത്തി കളയുകയില്ല. പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് ഇൽമ ഉയർത്തപ്പെടുക. അങ്ങനെ നല്ല പ്രാപ്തിയുള്ള ഉലമാക്കൾ ഇല്ലാതെ വന്നാൽ ജനങ്ങൾ അറിവില്ലാത്തവരെ നേതാക്കളാക്കും. അവർ അറിവില്ലാതെ ദീനിന്റെ വിധികൾ പറയും. അവരും വഴിതെറ്റും, കേൾക്കുന്നവരും വഴിതെറ്റും. അപ്പം അറിവില്ലാത്തവരെ പിൻപറ്റരുത്, അറിയാതെ ഒരു കാര്യം പറയരുത്, ദേഹേച്ഛകളെ പിൻപറ്റരുത്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ മുമ്പിൽ പലരുമുണ്ട്. നേരത്തെയുള്ള കാലങ്ങളിൽ ഒരു നാട്ടിൽ 2-3 മുഫ്തിമാരുണ്ടാകും. അവരോടാണ് ചോദിക്കുക. മക്കയിലുള്ളവർക്ക് മദീനയിലുള്ള ഫത്വ അറിയില്ല, അവർക്ക് ഇറാഖിലുള്ള ഫത്വ അറിയില്ല, അവർക്ക് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു അറിയില്ല. അപ്പൊ അവിടെ നിന്ന് എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്തു പോകുന്നു. അറിവുള്ളവർ അറിവില്ലാത്തവരെ പിൻപറ്റിക്കൊണ്ട് പോകുന്നു. എന്നാൽ ഇന്ന് വളരെ ഫാസ്റ്റാണ്. ഇൻഷുറൻസ് എടുക്കണം ഒരാൾക്ക്, ഒരു ഉദാഹരണം. ഒരാൾക്ക് പടക്കം പൊട്ടിക്കണം, വേറൊരാൾക്ക് സംഗീതം കേൾക്കണം. അയാൾ പറയും, മദീനയിൽ ഇമാം ഇന്ന വ്യക്തി പാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഖൂഫയിൽ എന്നയാൾ സിനിമ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ സ്ഥലത്ത് ഇന്ന വ്യക്തി, ഇതൊക്കെ ഇവർക്കറിയാം. വളരെ സിമ്പിളായിട്ട് ആളുകൾ അത് ചെയ്യും. ഇപ്പൊ കച്ചവടത്തിലൊക്കെ പല സംശയങ്ങൾ ചോദിക്കുന്നവർ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പല സംശയങ്ങൾ ചോദിക്കുന്നവര് പരമാവധി അളവുള്ളതൊക്കെ എല്ലാവരും അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പക്ഷെ ഇത് നിങ്ങൾ ഒഴിവാക്കണം എന്നവരോട് പറഞ്ഞെന്ന് കരുതാം, മാസങ്ങൾ കഴിഞ്ഞാലും അത് തന്നെ ചെയ്യാം. അപ്പം ഈ രീതിയിൽ ഇളവില്ലാതെ തന്നെ സ്വന്തമായിട്ട് ഇളവുണ്ടാക്കുന്നവരുണ്ട്. ഭാര്യയെ 3 തലാക്ക് ചെയ്തു, 4 മദ്ഹബിനും സ്വീകരിക്കാൻ കഴിയില്ല. എവിടുന്നോ ആരോ പറഞ്ഞു 3 തലാഖ് ഒന്നേ ആകൂ എന്ന് പറയുന്നവർ അതിന്റെ എല്ലാ രൂപത്തിലും ഒന്നേ ആകൂ എന്ന് പറയുന്നില്ല. ചില രൂപങ്ങളിൽ മാത്രമേ പറയുന്നുള്ളൂ. അതും ആകൂല, അതും 3 ഒരു നിലയിലും ഭാര്യയെ കൂടെ വെക്കാൻ അനുവാദമില്ല. എന്നിട്ടും ഏതെങ്കിലും ലിങ്ക് എടുത്തിട്ട് കൊണ്ടുവന്ന് ഒരു പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെക്കും, ആര് വരുമ്പോൾ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഇത്ര ഭയഭക്തി ഇല്ലാത്ത കാലം. പിന്നെയോ അറിവില്ലാതെ അഭിപ്രായങ്ങൾ പറയുന്ന കാലം. ഉറപ്പിച്ച് പറയാണ്, കുനൂത്ത് വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് എന്ന് പ്രസംഗകര് പറയാണ്. അപ്പൊ ഇങ്ങനത്തെ കാലത്ത് തെളിവുകൾ അന്വേഷിക്കാതിരിക്കാൻ, അറിവില്ലാതെ ദീൻ പറയാതിരിക്കാൻ, അറിവില്ലാത്തവരെ പിൻപറ്റാതിരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം ഒരു മദ്ഹബിനെ പിൻപറ്റലാണ്. അപ്പൊ ആ വിഷയമേ വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വലിയ ആലിമാണോ, അതിന്റെ പരിധികൾ ഇമാം ദഹബി പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് വായിക്കാം. നിങ്ങൾ വലിയ ആലിമാണോ, പഠിച്ചിട്ട് ആ വിഷയത്തിൽ അടുത്ത മദ്ഹബ് സ്വീകരിച്ചോ. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രയാസമുണ്ടോ എങ്കിൽ ഇളവ് സ്വീകരിച്ചോ. മശഖത്തുൻ ലാ തുഹ്തമലു ആദതൻ, സാധാരണഗതിയിൽ താങ്ങാനാവാത്ത ഒരു പ്രയാസം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് അടുത്ത മദ്ഹബ് സ്വീകരിക്കാം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പാടില്ല. അപ്പം മദ്ഹബിനെ പിൻപറ്റുന്നതിന്റെ തെളിവ് ഈ ഒരു മദ്ഹബിനെ പിൻപറ്റാതിരുന്നാലുള്ള അപകടങ്ങൾ ഒഴിവാക്കലാണ്. അത് വാജിബുൻ ലി ഗൈരിഹിയാണ്. അതുകൊണ്ട് അതില്ലാതെ വന്നാലുള്ള ഭവിഷ്യത്തുകൾക്ക് അത് പാടില്ലാത്തതാണ് എന്നതിന് പ്രമാണമുണ്ട്. ആ ഭവിഷ്യത്തുകൾ മദ്ഹബ് ഇല്ലാത്തവർക്കിടയിൽ വരും എന്ന കാര്യം നട്ടുച്ചക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞില്ലേ, 4 മദ്ഹബിനെ ഒന്നാക്കാൻ ശ്രമിച്ചവർ 400 മദ്ഹബുകളിലാണ്, 8 ഗ്രൂപ്പാണ്. ഒരു വിഷയത്തിലും യോജിക്കുകയില്ല എന്ന കാര്യത്തിൽ മാത്രമേ അവർ യോജിച്ചിട്ടുള്ളൂ. വേറൊന്നിലും അവർക്കിടയിൽ യോജിപ്പില്ല. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അഖീദയിൽ, ഉസൂലുൽ ഹദീസിൽ, ഫിഖ്ഹിൽ ഏറ്റവും കൂടുതൽ അവർ വായി തുറക്കുന്ന നമസ്കാരം. അതിന്റെ സക്കാത്തിനെ പറ്റി പറയാൻ വരൂല. അവരോട് ചോദിച്ചൊക്കെ കച്ചവടത്തിന് എങ്ങനെ സക്കാത്ത് കൊടുക്കണം, സ്റ്റോക്കിന്റെ കണക്കെടുക്കണോ അതോ സാധനം വെച്ച് അൽമാരിന്റെയും കൂടെ വിലയിടണമെന്ന് ചോദിച്ചു നോക്കിയാ ഏത് ഹദീസിലായിട്ടുള്ളത്? കച്ചവടത്തിന് സക്കാത്ത് ഉണ്ടെന്ന് പറയുന്ന ഹദീസ് കഷ്ടിച്ച് ലൈഫാകാതെ രക്ഷപ്പെട്ട ഹദീസാണ്. അപ്പൊ ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, കിട്ടാനുള്ള ക്രെഡിറ്റ് ഉണ്ട് മാർക്കറ്റിൽ, അതിന് കൊടുക്കണോ, ഞാൻ കൊടുക്കാനുള്ളത് കിഴിക്കണോ, അത് ഒഴിവാക്കിയിട്ട് കൊടുക്കണോ ചോദിച്ചു നോക്കിയാ. ഞാൻ ഇപ്പം വെക്കുന്ന വിലക്ക് കൊടുക്കണോ അത് ഇതിന്റെ ഹോൾസെയിൽ വിലക്കിടണോ? മിണ്ടൂല. നമ്മൾ എങ്ങനെ കൊടുത്താലും അവർക്ക് പരാതിയില്ല. കാരണം എന്താ പറയുക, അവരെ കയ്യിൽ ഒന്നുമില്ല.
ഈ വിഷയത്തിൽ അവർ ഫത്വ ചോദിക്കുന്നവർ ഹംബലി മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫത്വ കിതാബുകൾ വെച്ച് ഇരുട്ടിന്റെ മറവിൽ വായിച്ച്, ഞാൻ ഓക്ലയിൽ ഇവരുടെ ഒരു ഫത്വ സെന്റർ ഉണ്ട്, ഈ മദ്ഹബ് ഇല്ലാത്തവരുടെ ഫത്വ സെന്റർ. ഉസൂൽ ഇല്ലാത്തവന് എങ്ങനെ ഫത്വ കൊടുക്കുക? ഇമാം ദഹബി പറഞ്ഞു, കൈഫ യതീർ വലം യുറയ്യിഷ് അലാമ യബ്നി, എന്തനുസരിച്ച് അയാൾ പറയും, അയാൾ എങ്ങനെ പറക്കും ചിറകില്ലാതെ. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഫത്വ കൊടുക്കുന്നത്? അവർ പറഞ്ഞു, നമ്മൾ തഖി ഉസ്മാനിയുടെ ഫിഖ്ഹി മഖാലാത്തും ഖാലിദ് സൈഫുല്ലാ റഹ്മാനിയുടെ ജദീദ് ഫിഖ്ഹി മസായിലും ലജനത്തു ദായിമയുടെ ഫത്വകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രമാണങ്ങളോട് ഏറ്റവും യോജിക്കുന്നത് എടുക്കും. മനസ്സിലായില്ലേ? ഒരു രക്ഷയില്ല. നിസ്കാരം വിട്ട് കഴിഞ്ഞാൽ വായി തുറക്കാനുള്ള സ്കോപ്പ് മദ്ഹബില്ലാത്തവർക്കില്ല. ഞാനൊക്കെ സിമ്പിളായിട്ട് കുറച്ച് മസലകൾ പറഞ്ഞുതരാം. ഒരാൾക്ക് ഉളു കൊടുക്കാൻ വെള്ളവും ഇല്ല മണ്ണും ഇല്ല, അയാൾ എന്ത് ചെയ്യണം? ഒരു ഹദീസും ഇല്ല നേരിട്ടുള്ള, മുഴുവൻ ഇമാമുകളും പൊതുവായ തെളിവുകൾ വെച്ചാ പറഞ്ഞത്. ഇമാം ഷാഫി പറഞ്ഞു, നമസ്കാരം സമയബന്ധിതമായ ബാധ്യതയാണെന്ന് ആയത്തുണ്ട്, അള്ളാഹുവിന്റെ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണമെന്നുമുണ്ട്. ആയത്തുണ്ട്, ഹദീസുണ്ട് അതേ അർത്ഥത്തിൽ. അതുകൊണ്ട് ഇത് രണ്ടും ഇല്ല. കഴിവിന്റെ പരമാവധി ഇപ്പൊ നിസ്കരിക്കാൻ പറ്റും, നിസ്കരിക്കണം. ഷർത്തുകൾ വരാത്തത് കൊണ്ട് ഖളാ വീട്ടണം. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, നിസ്കാരം ശരിക്ക് ചെയ്യരുത്, കാരണം സുജൂദ് വുളു ഇല്ലാതെ ചെയ്യും, അതുകൊണ്ട് ആംഗ്യം കാണിക്കണം. ഇതൊന്നും വരാത്തത് കൊണ്ട് മടക്കണം. ഇമാം മാലിക് പറഞ്ഞു, കാരണം കൊണ്ടാണ്, അതുകൊണ്ട് മടക്കേണ്ടതില്ല. ഇമാം അഹമ്മദ് പറഞ്ഞു, വുളു ഇല്ലാത്തതുകൊണ്ട് നിസ്കരിക്കുകയും വേണ്ട, കാരണം ഉണ്ടായതുകൊണ്ട് മടക്കുകയും വേണ്ട. ഇവർക്കൊക്കെ പൊതുവായ തെളിവാണുള്ളത്. ഇവരെന്താ ചെയ്യുക? ഇവരൊരു ബസ്സിൽ കയറി കോഴിക്കോടുന്ന് തിരുവനന്തപുരത്ത് 7:30 എത്തുള്ളൂ, സുബഹി ഖളാ എന്നുള്ള ഉറപ്പാണ്. ബസ്സിന്റെ സീറ്റിലടിച്ച് താമം ചെയ്യാൻ കഴിയില്ല, വെള്ളം നിർത്തി തരികയില്ല. ഇവരെന്ത് ചെയ്യും? ഒരു രക്ഷയുമില്ല, ഏതെങ്കിലും മദ്ഹബിന്റെ ഫത്വ സ്വീകരിക്കലല്ലാതെ. കടത്തിന്റെ സക്കാത്ത്, എല്ലാ സക്കാത്ത് കൊടുക്കുന്ന എല്ലാ സമ്പന്നർക്കും ഉള്ളതാണ്. കൊടുക്കാൻ എനിക്ക് പൈസ കുറച്ച് കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട്, എന്ത് ചെയ്യണം? ഇവര് പറയട്ടെ ഹദീസ് അനുസരിച്ച്. കച്ചവടക്കാരന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കും? പറയട്ടെ. സ്റ്റോക്കിന്റെ വില എങ്ങനെ നോക്കും? പറയട്ടെ. നോമ്പുകാരൻ നോമ്പെടുത്തുകൊണ്ട് ദുബായിൽ നിന്ന് ഇവിടെ വന്നു, ഇവിടെ പെരുന്നാളാണ്, എന്ത് ചെയ്യണം? അട്ടം നോക്കി ഇരിക്കാനേ പറ്റുള്ളൂ. ഒന്നും ഹദീസ് അനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പൊതുവായ ഹദീസുകൾ വെച്ചുകൊണ്ട് ഇമാമമാര് പറഞ്ഞതനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. അതാണ് പറഞ്ഞത്, ഇവരുടെ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഒറിജിനൽ എന്ന് നമ്മൾ പറയുന്നത് ഹംബലി മദ്ഹബിനെ പിൻപറ്റുന്ന, ആ ഉസൂലുകളെ പിൻപറ്റുന്ന അല്ലാമ ഇബ്നു തൈമിയ, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ബക്കർ അബൂ സയ്യിദ്, ഷെയ്ഖ് അബ്ദുൽ ഫഖീഹിനെ പോലുള്ള അറിവുള്ള പണ്ഡിതന്മാർ അവരുടെ ഫത്വ വെബ്സൈറ്റുകളിൽ നിന്ന് കോപ്പി പേസ്റ്റ് അടിച്ച് വിടാണ് ഇങ്ങോട്ടേക്ക്. അതിനപ്പുറം ഇവർക്ക് സ്വന്തമായിട്ട് യാതൊന്നുമില്ല. ഇമാമുമാർ കൊടുത്ത ഫത്വകൾ വെച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ലോജിക്കായിട്ട് തോന്നുന്നതിനെ സ്വീകരിക്കാൻ മാത്രമേ പറ്റൂ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു മദ്ഹബിനെ സ്വീകരിക്കുന്നത്. ഇന്ന് വളരെ വ്യക്തമാണ് ഒരു മദ്ഹബിനെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു. അറിയാലോ നിങ്ങൾക്ക് എന്താ സ്ഥിതി എന്നുള്ളത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അധികം പറയാത്തത്. അഖീദയിൽ ഏറ്റവും വലിയ വിഷയമാണ് അവരുടെ ഇസ്തിഗാസ. ഇസ്തിഗാസ ഷിർക്കാണ്. പക്ഷെ ജിന്നിനെ വിളിച്ചാൽ, അടുത്തുള്ളതിനെ വിളിച്ചാൽ ഷിർക്കല്ല ഒരു വിഭാഗം, അതും ഷിർക്കാണ് അടുത്ത വിഭാഗം. ഖബറിന്റെ അടുത്തുനിന്ന് വിളിച്ചാൽ ഷിർക്കല്ല വേറൊരു വിഭാഗം. എന്നാൽ ഇവരിലെ പഴയ ഉസൂല അറിയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു വിളികളും ഷിർക്കല്ല, അതും എഴുതി. തവസ്സുൽ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു അത് ഫിഖ്ഹ് പരമാണ്, അതിനെ ചെയ്യുന്നവരെ എതിർക്കാൻ പാടില്ല. ഷൗക്കാനി പറഞ്ഞു തവസ്സുൽ ചെയ്യാം. പിന്നെ എന്തൊക്കെ അഖീദയിൽ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടത് സമയമില്ലാത്തതുകൊണ്ട് അഖീദയിൽ, ഉസൂലുൽ ഹദീസിൽ ലഈഫായ ഹദീസുകൾ സ്വീകരിക്കാം. ഇബ്നു ബാസ്, ഇബ്നു അബ്ദുൽ വഹാബ്, സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുൽ ഫഖീഹ്, ഇവരൊക്കെ പറയാണ്. അൽബാനി മാത്രം പറയാണ് പറ്റൂല. നിസ്കാരത്തിലേക്ക് വന്നാൽ ഇഖാമത്ത് തുടങ്ങുന്നത് മുതൽ നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസിയൊക്കെ ഓതി ദുആ ചെയ്യുന്നത് വരെ ഇവർ ഭിന്നിപ്പിലാണ്. ഇത്രയും ഹദീസുകൾ, അനക്കത്തിനും അടക്കത്തിനും അധ്യായങ്ങളുണ്ട് ഹദീസിൽ. വരുമ്പോൾ റുകൂയിലേക്ക് പോകുമ്പോഴുള്ള അധ്യായം, തിരിച്ചു വരുന്ന അധ്യായം, സുജൂദിൽ കൈവെക്കുന്ന അധ്യായം, ഇത്രയും അധ്യായങ്ങളും ഹദീസുകളും ഉണ്ടായിട്ട് ഇഖാമത്തിന് പറയുമ്പോൾ തിരിച്ച് അതേ വചനങ്ങൾ പറയണോ? ഇബ്നു ഉസൈമീൻ പറയുന്നു പറയണ്ട. സാലിഹ് അൽ മുനജ്ജിദ് പറയുന്നു പറയണ്ട, പറഞ്ഞാൽ കുഴപ്പമില്ല. അൽബാനി, ഇബ്നു ബാസ്, ലജ്നത്തു ദായിമ പറയുന്നു പറയണം. കാരണം നമസ്കാരത്തിന്റെ വിളി കേട്ടാൽ ഉത്തരം കൊടുക്കണം, ഇതും വിളിയാണ്. ശേഷം ദുആ പറയണോ? ഈ പറഞ്ഞ കൂട്ടർ പറയണ്ട, ഇവര് പറയണം. പിന്നെ സഫിൽ നിന്നാല് ഒരു പുതിയ മോഡൽ നിൽപ്പുണ്ട്, ബ്രോഡ് ഗേജ്. കാലിങ്ങനെ വീതിക്ക് വെച്ചിട്ട് ചെറുവിരൽ കൊണ്ട് ലോക്ക് ഇടും നമ്മളെ കാലില്.
ഇത് ബിദഅത്താണെന്ന് പറയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഒരു വിവരമില്ലാത്ത രീതിയാണിത്. സഫിൽ ഇഖാമത്ത് മുതൽ സഫ് നിന്നു കൈകെട്ടുന്നതില് സ്ഥലം പറഞ്ഞിട്ടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം, പൊക്കിളിന്റെ താഴെ ഇബ്നു അബ്ദുൽ വഹാബ്, നെഞ്ചിന്റെ മുകളിൽ ഇവരെ ബാക്കിയുള്ളവർ അങ്ങനെ വന്ന് സലാം വീട്ടി വിരലാട്ടുന്നിടത്ത് അടി, സലാം വീട്ടി ദിക്ർ ചെയ്യുന്നിടത്തു, നിസ്കാരത്തിന് വേണ്ടി വരുന്ന വഴിക്ക് അല്ലാഹു ബിഹഖി സായിലിനയിലേക്ക് ചെല്ലണം. ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു ബാസും പറയുന്ന സുന്നത്താണ്, അൽബാനി പറയുന്ന ബിദ്അത്താണ്. വേറെ കക്ഷികൾ പറഞ്ഞ് ചെല്ലാൻ പാടില്ല. അപ്പം ഒരു മദ്ഹബ് വേണോ വേണ്ട, അത് നമ്മൾ ഇവരെ പോലെ ആവണോ? ഇവിടുന്ന് പോകുന്ന ഒരു ഉപ്പ 2 മക്കൾ ഇവിടെ അയച്ചാൽ വീട്ടിൽ പിന്നെ ഉപ്പാക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ഒരു മുമ്പ് ഉപ്പ ചെയ്യരുത്, മറ്റൊരു ഉപ്പ ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹദീസ് സഹീഹാണെന്ന് പറയാം. മനസ്സിലായി? ഈ സ്ഥിതി ഉണ്ടാകും ഒരു മദ്ഹബ് ഇല്ലെങ്കിൽ. എത്ര വായി അത്ര അഭിപ്രായം, എത്ര നാവ് അത്ര അഭിപ്രായം. അതില്ലാതാകാനാണ് ഒരു മദ്ഹബ്. അതിന്ന് വളരെ പകല് പോലെ വ്യക്തമാണ്. ഇവിടെയുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ നിങ്ങൾക്കറിയാം, ഗൾഫിൽ ഇതിനേക്കാൾ മാരകമാണ്. ഷെയ്ഖ് ഹജൂരിയുടെ അനുയായികൾ, ഷെയ്ഖ് ഹലബിയുടെ അനുയായികൾ, ഷെയ്ഖ് മദ്ഹരിയുടെ അനുയായികൾ, 3 വിഷപ്പാമ്പുകൾ, ഭയങ്കരമായ തീവ്രത. ഇത് 3ഉം ഒരു ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഒരാളെ അവലംബിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് ഷെയ്ഖ് അൽബാനിയ. അപ്പോൾ ഒറ്റ തലമുറ കൊണ്ട് ഇങ്ങനെ അബദ്ധമായി പോകുമെങ്കിൽ നമ്മൾ എത്ര വഷളായി പോകുമായിരുന്നു ഇത്രയും നൂറ്റാണ്ട് കൊണ്ട്. നമ്മുടെ എത്രയോ മദ്രസകളിൽ, എത്രയോ സ്ഥാപനങ്ങളിൽ സംഘടനാപരമായിട്ടും സംഘാടകപരമായിട്ടും നടത്തിപ്പുപരമായിട്ടൊക്കെ തർക്കങ്ങൾ വരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. പക്ഷെ ഒരു സാധനം കറാഹത്താണോ അല്ലേ, ഹറാമാണോ അല്ലേ, നമ്മൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നില്ല, വന്നാൽ നിലനിൽക്കുന്നില്ല. ഈ ഒരു സലാമത്ത്, രക്ഷ, നമ്മുടെ മാർഗത്തിന്റെ രക്ഷ, രക്ഷയുടെ മാർഗം, സലാസമത്തുൽ മൻഹജും മൻഹജു സലാമത്തും രണ്ടും ഈ മദ്ഹബുകളെ പിൻപറ്റുന്നതിലാണ്. അതിൽ തന്നെ ഒന്നിനെ പിൻപറ്റുന്നതിലാണ്. ഈ ഒന്നിനെ തന്നെ പിൻപറ്റാത്ത നാടുകളിൽ സത്യത്തിൽ അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഈജിപ്തിലുള്ള അറബികളെ കണ്ടു ഈ പലയിടത്തും. സാധുക്കൾക്ക് അവരെങ്ങനെയാണ് വീട്ടിൽ കുട്ടികളെ നമസ്കാരം പഠിപ്പിക്കുക? അവർ രക്ഷയില്ല. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ കിതാബ് വെച്ച് പഠിപ്പിക്കാനേ പറ്റൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതിന് എന്താണ് ഇതിന്റെ തെളിവ്? ഇത് വാജിബുൽ ലിദാത്തിഹി ആണെങ്കിൽ നേരിട്ട് തെളിവ് വേണം. അടിസ്ഥാനപരമായിട്ട് ഒരു മദ്ഹബിനെ പിൻപറ്റൽ നിർബന്ധമല്ല, പക്ഷേ സാഹചര്യങ്ങളുടെ പേരിൽ അത് നിർബന്ധമായി തീരുന്നു. അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ പാടില്ലാത്തതാണ് എന്നത് നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. ആ സാഹചര്യങ്ങൾ അനിവാര്യമായിട്ട് സംഭവിക്കും എന്ന് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മദ്ഹബിനെ പിൻപറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വേറൊരു വിഷയം, വേറൊരു കാര്യം, മദ്ഹബിനെ പിൻപറ്റുന്നതിന്റെ വിധി എന്താണെന്ന് പോലും ഇവർക്ക് അറിഞ്ഞൂടാ. അറിവില്ലാത്തവർക്ക് മദ്ഹബിനെ പിൻപറ്റാം എന്നൊരു കക്ഷി, അറിവില്ലാത്തവർ മദ്ഹബിനെ പിൻപറ്റണം. ഇബ്നു തൈമിയ റഫുൽ മലാമിലും അൽ ഫതാവൽ കുബ്രയിലൊക്കെ തഖ്ലീദ് ചെയ്യുന്നവർ തഖ്ലീദിൽ അടങ്ങിയിരിക്കണം. അവരറിവില്ലാതെ ഒരു വാക്കിന് മുൻഗണന കൊടുക്കാനും താഴ്ത്താനും പോകരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഒരു സാധാരണക്കാരൻ മദ്ഹബിനെ പിൻപറ്റുന്നതിന് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചിലർ പറഞ്ഞു ഫത്വ കൊടുക്കുന്ന ആൾക്ക് മദ്ഹബ് ഉണ്ടാകും, ചോദിക്കുന്ന ആൾക്ക് അയാൾ പറയുന്നത് അറിയോ. ഇതാണ് ഷെയ്ഖ് ഫൗസാൻ പറയുന്നത്. അൽബാനി പറയുന്നത് ഒരു മദ്ഹബിനെ പിൻപറ്റാൻ പാടില്ല, ഹറാമാണ്. ഷെയ്ഖ് ആയിദുൽ ഖർനി പറയുന്നത് ഒരു മദ്ഹബിനെ പിൻപറ്റൽ നിർബന്ധമാണെന്ന് പറയരുത്, പിൻപറ്റുന്നവർക്ക് പിൻപറ്റാൻ നിർബന്ധമാണെന്ന് പറയുന്നവനെ കൊന്നുകളയണം. നമ്മളൊക്കെ കൊന്നുകളയണം എന്ന് പറയുന്നത് അല്ല. ഒരു മദ്ഹബിനെ പിൻപറ്റാനല്ല, ആ 4 മദ്ഹബുകളിൽ എല്ലാവരും ഷാഫി ആയിരിക്കണം. ഒരു മദ്ഹബ് എല്ലാവരും ഷാഫി തന്നെ ആയിരിക്കണം എന്നൊരു ഒരാൾ പറഞ്ഞാൽ അയാളെ ഫഇന്നഹു യുസ്തതാബ ഫഇൻ താബ വഇല്ലാ ഖുതിൽ എങ്ങനെ ഒരാൾ പറയുന്നു. പിന്നെ ഇത് ശിർക്കാണത്രേ. വേറൊരാൾ പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ റബ്ബാക്കുന്നതിന് സമമാണത്രേ. ഒരു സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ പറഞ്ഞു മദ്ഹബ് വാദികൾക്ക് പ്രമാണമുണ്ടോ എന്നൊരു വിഷയത്തിൽ ചർച്ച വേണമെന്നാണ്. ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ മദ്ഹബ് വിരോധികൾക്ക് പ്രമാണമുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ പോയി ആ ചർച്ച അവർക്ക് ചോദിക്കണം. മനസ്സിലായില്ല, അവർക്കൊന്നും പറയാൻ കഴിയില്ല. ചോദിക്കാൻ ഏത് വഴിപോക്കനും പറ്റും. ഏത് വഴിപോക്കനും കയറി ചോദ്യം ചോദിക്കാം. നല്ലൊരു വീട് കാണിച്ചാൽ അതിന്റെ തറ ശരിയില്ല, അതിന്റെ ജനല ശരിയില്ലെന്ന് ആർക്കും പറയാം. സ്വന്തമായിട്ട് വീടുണ്ടോന്ന് ആദ്യം ചിന്തിക്കണം. പുറംപോക്കിൽ മഴ കൊണ്ട് നിൽക്കുന്നവരായി പറയുന്നത് നമ്മളടുത്ത് വന്നിട്ട്. അപ്പൊ മദ്ഹബ് വിരോധികൾക്ക് പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ മദ്ഹബിനെ പിൻപറ്റുന്നതിന്റെ ഒരു വിധി പറയാമോ? ഏതെങ്കിലും അത് ഹറാമാണോ, ഷിർക്കാണോ, ബിദ്അത്താണോ, സാധാരണക്കാർക്ക് പാടുണ്ടെന്നാണോ, അതോ അവർക്ക് നിർബന്ധമാണെന്നാണോ? അത് നമ്മളെ പണ്ഡിതന്മാരെ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നു പറഞ്ഞു. ഞാൻ അതിൽ പോലും നിങ്ങൾ പണ്ഡിതന്മാരെ പിൻപറ്റുന്നത്, ഈ പണ്ഡിതന്മാരെ പിൻപറ്റാൻ പാടുണ്ടോ ഇല്ലേ എന്നതിൽ പോലും അത് പണ്ഡിതന്മാർ വന്നിട്ട് പറയുന്ന പറയുന്നത്. അപ്പൊ ഇവരും ഇതന്നെ ചെയ്യുന്നത്.
അവരിട്ടാൽ ബർമുഡ, നമ്മളിട്ടാൽ കൽസ. മനസ്സിലായില്ലേ? അവര് പോയാൽ ബീച്ച്, നമ്മൾ പോയാൽ കടപ്പുറം. വേറൊരു സംഭവം പറയാം. ഷെയ്ഖ് അൽബാനിനോട് ഒരു പെൺകുട്ടി വിളിച്ച് ഫോൺ ചോദിക്കുകയാണ്. ഷെയ്ഖ്, ഹൽ യജൂസു ഇസ്തിഅമാലുൽ ഉതൂർ അല്ലദി മുസ്ജദ് ബിൽ കുഹൂൽ, ആൽക്കഹോളുള്ള അത്തർ ഉപയോഗിക്കാമോ? ചോദ്യമാണ്. ഇവര് പ്രമാണം വെച്ച് പറിക്കുന്നവരാണല്ലോ. എങ്ങനെയാന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞു, അൽ ഉസൂർ ഇദാ കാന അൽ കുഹൂലു ഫീഹി ഇദാ ശരിബഹു അൽ മുസ്കിർ ഇദാ ശരിബഹു മുദ്മിനുൽ ഖമർ ഉസ്കിർ ഫലാ യജൂസ് ഇല്ലാ യജൂസ്. അതിൽ ചേർത്തിരിക്കുന്ന ആൽക്കഹോൾ ഒരു മുഴുകുടിയൻ കുടിച്ചാൽ ലഹരിയാകുന്ന അളവിലുണ്ടെങ്കിൽ അത് പാടില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ചുരുക്കത്തിൽ ആ സ്പ്രേ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ? ആ സ്പ്രേ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങൾക്കറിയാം എൻ്റെ എത്ര അളവുണ്ട്, ഈ മുഴുകുടിയൻ എത്ര അടിച്ചാലാണ് ഫിറ്റാകാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം? എനിക്കറിയില്ല എന്താണെങ്കിലും. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, ഉത്തരം വ്യക്തമായോ എന്ന് ചോദിച്ചു. അയാൾക്കെന്നെ അറിയാം വ്യക്തമായിട്ടില്ല. അവരാവശ്യം വ്യക്തമായി വളരെ വ്യക്തമായി എന്നാണ്. എന്ത് വ്യക്തമായി? ഇത് തക്ലീദല്ലാതെ എന്താണ്? ഒന്നാമത്തെ കാര്യം, മദ്യം നജസാണെന്ന് ഇവർ ഏത് ഹദീസ് വെച്ചിട്ടാ പറയാ? നീ മദ്യം നജസല്ലെങ്കിൽ മദ്യം നജസാണെന്ന് നേരിട്ട് ആയത്തോ ഹദീസോ ഇല്ല. റിജിസ് എന്നേ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. റിജിസ് എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നേ അർത്ഥമുള്ളൂ. ഏത് മാലിന്യത്തിന് പറയാം? നജസിനെ പറയാവൂ എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ അൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു, പ്രശ്നക്കോലുകളും ഈ ബലിപീഠങ്ങളും അതൊക്കെ നജസാണ്. ബലിപീഠത്തിന് മുകളിൽ കൈവച്ചാൽ കൈ വേണോ? വേണ്ട. അപ്പൊ അതിനോടൊപ്പമാണ് ഇതിന്റെ നജസാണെന്ന്. അപ്പൊ ഇത് നജസാണെന്ന് നമ്മൾ പറയും. നമ്മൾ മദ്ഹബിന്റെ ആളുകളാണ്, അവർക്ക് ഇജ്തിഹാദ് ഉണ്ട്. ഒരു ദ്രാവകം ലഹരിയാക്കുന്നുണ്ടെങ്കിൽ അത് നജസാകും എന്നൊക്കെ അവർ റിജസിന്റെ വാക്ക് വെച്ച് അവര് പറഞ്ഞോളൂ. നിങ്ങൾ എങ്ങനെ പറയും? കാരണം നിങ്ങൾക്ക് ലിറ്ററൽ മീനിങ് വേണല്ലോ എല്ലാത്തിനും. ഇനി അത് നജസല്ല അല്ലെങ്കിൽ ആണ് എങ്കിൽ ഈ അളവിൽ പറ്റും എന്ന് ഏത് ഹദീസിലുള്ളത്? ഇനി മൂന്നാമത്തെ, ഇതെങ്ങനെയാ പ്രായോഗികാക്കാം? ആദ്യം കമ്പനിനെ വിളിക്കണം. നിങ്ങൾ എത്ര ഇതിൽ ചേർത്തിട്ടുണ്ട്? പിന്നെ അടുത്ത ആരെ വിളിക്കണം? ഒരു നല്ല കുടിയനെ നോക്കി വിളിക്കണം. നിങ്ങൾ എത്ര ഇട്ടാലാണ് നിങ്ങൾക്ക് കിക്കാകുക? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സ്പ്രേ ഉപയോഗിച്ച് വരുമ്പോഴേക്കും ഒരു 4-5 കൊല്ലം കഴിയും. അപ്പം ഇതാണ് ഇവരുടെ സ്ഥിതി. സാധുക്കൾ, പരമസാധുക്കൾ. അപ്പൊ ഇവര് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യം ചോദിക്കാൻ മാത്രമേ അവർക്ക് അറിഞ്ഞൂടൂ. നമ്മൾ ദീനി പ്രവർത്തനം മറ്റു മേഖലകളിലാണ്. നമ്മൾ വെറും തർക്ക വിഷയങ്ങളുടെ പുറകിൽ പോകാത്തവരായതുകൊണ്ടും നമ്മൾ മാന്യന്മാരായതുകൊണ്ടും, അതായത് അള്ളാഹുവിനെ ഭയക്കുന്ന ഇമാമുകളുടെ അനുയായികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ശരിയായ ഒരു കാര്യം പറയുമ്പോൾ പോലും ഒരു 80 ഡിഗ്രി ആത്മവിശ്വാസത്തിലേ പറയുള്ളൂ. 20% അടുത്ത ആൾക്ക് വെക്കും. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിലോ? ഇവരേത് മണ്ടത്തരവും 300% ആത്മവിശ്വാസത്തിലേ പറയുള്ളൂ. അതാണ് ഇവരുടെ ഒരു പ്രത്യേക തൊലിക്കട്ടി. അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിൽ വന്നിട്ട് നമ്മൾ 80% ആത്മവിശ്വാസമുള്ളവന്റെ ആത്മവിശ്വാസം 70-ആക്കി, 60-ആക്കി, 50-ആക്കി, 40-ആക്കി ആക്കി പിറ്റേന്നാണ് അവരുടെ കൂടെ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഉത്തരം പറയാൻ അറിയാത്ത, വഴിയിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന് ചോദ്യം ചോദിക്കാൻ മാത്രം പഠിച്ച ഒരു വിഭാഗമാണ് അവര്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മദ്ഹബ് വിരോധികളുടെ സ്ഥിതി എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അൽഹംദുലില്ലാഹ്, ഒരു മദ്ഹബ് ഉള്ളതിന്റെ പേരിൽ സമാധാനത്തിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യാനും ദിക്ർ ചെയ്യാനൊക്കെ പറ്റുന്നു. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലുള്ള വെറും ഇസ്ലാമിക് ഫിഖ് അക്കാദമി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാവശ്യവുമില്ലാത്ത, എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്തൊരു വിഷയം രണ്ടാമത് തുറന്ന് പുതിയ ഇജ്തിഹാദ്, പുതിയ ഫത്വ കൊണ്ടുവരണം എന്ന് പറയുന്നത് തീർത്തും ബാത്തിലായ വാദമാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു മദ്ഹബ് നമ്മൾ എന്തുകൊണ്ടാണ് പിൻപറ്റുന്നത്. ഒരു മദ്ഹബ് പിൻപറ്റിയില്ലെങ്കിൽ 2 മക്കൾ ഇവിടെ പഠിക്കാൻ അയച്ച ഉപ്പ കുടുങ്ങും. മുമ്പ് മോനെ ഇനി പോണ്ടെന്ന് പറയാം. മനസ്സിലായല്ലേ? ഒരു മോനിക്ക് തോന്നും വിരലാട്ടുന്നതാണ് നല്ലത്. അടുത്ത മോനിക്കൊന്നും ഇപ്പൊ ഇവരെ മുമ്പ് നിസ്കരിച്ചാൽ കുടുങ്ങോ ഇല്ലേ? ഈ ദുരന്തമാണ് എന്ന് ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്. ആ അണികൾ മെമ്പർഷിപ്പ് പുതുക്കാതെ മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്. പലരും കാഴ്ചക്കാരായിട്ട് ഇപ്പൊ അവര് നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് സെലഫിയത്ത് എന്താന്ന് പഠിക്കുന്നത്. ആ പരിതസ്ഥിതിയിലേക്ക് എത്തിയിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഒരു മദ്ഹബിനെ പിൻപറ്റുന്നതിൽ അള്ളാഹു അവന്റേതായ ചില ഹിക്മത്തുകളും രഹസ്യങ്ങളും വെച്ചിരിക്കുന്നു എന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞത്. നമുക്കതിന് കൃത്യമായ വിധിയുണ്ട്. ഇവർക്ക് ആ വിധി പറയണമെങ്കിൽ പോലും പണ്ഡിതൻ വരണം. പണ്ഡിതനെ പിൻപറ്റാൻ പാടുണ്ടോ ഇല്ലെന്ന് പറയണമെങ്കിൽ പണ്ഡിതൻ വരണം. നമുക്ക് വളരെ കൃത്യമാണ്. നമ്മൾ വാജിബാണെന്ന് പറയുമ്പം അത് അടിസ്ഥാനപരമായിട്ട് വാജിബല്ല, സാഹചര്യങ്ങളുടെ പേരിൽ വാജിബായി തീരുന്നു. അതുകൊണ്ട് നേരിട്ട് അതിന് പ്രമാണം വേണ്ട
അതില്ലെങ്കിലുള്ള അപകടങ്ങൾ പാടില്ലാത്തതാണ് എന്നതിന് പ്രമാണമുണ്ട്. അത് സംഭവിക്കും എന്നതിന് നമ്മുടെ മുമ്പിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന തെളിവായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. മനസ്സിലായല്ലോ? യോഗ്യതയില്ലാത്തവർ ഇജ്തിഹാദ് ചെയ്യരുത് എന്നറിയിക്കുന്ന ഖുർആൻ ആയത്തുകളും ഹദീസുകളും വിവരിക്കാമോ? ആയത്തുകളും ഹദീസുകളും നമ്മൾ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. ഒന്ന്. രണ്ടാമത്തേത് നബി തങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ആരാണ് ഉലുൽ അംർ? മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞു അഹ്ലുൽ ഫിഖ്ഹി വദ്ദീൻ, അവരെ അനുസരിക്കണം. അപ്പൊ ആരാ കൈകാര്യകർത്താക്കൾ? ഫിഖ്ഹുള്ളവരാണ്, ഗ്രാഹ്യമുള്ളവരാണ്. വലൗ റദ്ദൂഹു ഇല റസൂൽ വ ഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അല്ലാഹുവിന്റെ റസൂലിലേക്കും കൈകാര്യകർത്താക്കളിലേക്കും അവർ ആ വിഷയങ്ങൾ മടക്കിയിരുന്നെങ്കിൽ യസ്തംബിതൂനഹു, ആഴത്തിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിക്കുന്നവർ അവർക്കത് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അവർക്കത് ചെയ്തു കൊടുക്കുമായിരുന്നു. ഹദീസുകൾ ഇഷ്ടം പോലെ ഇത്തഖദന്നാസു റൂസൻ ജുഹാല ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു. വേറൊരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി ഇജ്തിഹാദ് ചെയ്യുന്നതിന്റെ പ്രതിഫലം പറയുന്നിടത്ത് ആരെങ്കിലും കയറി ഇജ്തിഹാദ് ചെയ്യാതിരിക്കാൻ ആദ്യം ഹദീസ് കൊണ്ടുവന്നു, അറിവില്ലാത്തവർ ഇജ്തിഹാദ് ചെയ്യരുത്. നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നത്, അൽ ഖുദാത്തു സലാസ വാഹിദുൻ ഫിൽ ജന്ന വസ്നാനി ഫിന്നാർ. 3 തരം വിധികർത്താക്കളുണ്ട്. ഒരാൾ സ്വർഗത്തിലാണ്, 2 പേർ നരകത്തിലാണ്. റജുലുൻ അലിമൽ ഹഖ്ഖ ഫഖദാ ബിഹി ഫഹുവ ഫിൽ ജന്ന. സത്യം അറിയുകയും അതനുസരിച്ച് വിധിക്കുകയും ചെയ്തവൻ സ്വർഗത്തിലാണ്. വറജുലുൻ ഖദാ അലാ ജഹ്ലിൻ ഫഹുവ ഫിന്നാർ. അറിവില്ലാതെ വിധിച്ചവൻ നരകത്തിലാണ്. അവൻ എന്തോ വിധിക്കട്ടെ, അത് കാലക്കേടിന് ശരിയായി പോയെന്ന് കരുതാം, എന്നാൽ പോലും നരകത്തിലാണ്. വറജുലുൻ ഖദാ അലാ ജഹ്ലിൻ, അറിവില്ലാതെ പറയരുത് ദീനിൽ. വറജുലുൻ അലിമൽ ഹഖ്ഖ ഫതറദഹു ഫഹുവ ഫിന്നാർ. സത്യം അറിഞ്ഞിട്ട് അത് തള്ളി അതല്ലാത്തത് വിധിച്ചാൽ അവനും നരകത്തിലാണ്. സത്യം അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് വിധിച്ചാൽ സ്വർഗത്തിലാണ്. അർഹത ഉണ്ടായിട്ട് തെറ്റിപ്പോയാൽ അതിനും കൂലി കിട്ടും. അറിവില്ലാതെ വിധിച്ചാൽ നരകത്തിലാണ്. വേറൊരു ഹദീസിൽ ഒരു സഹാബാക്കളുടെ ഒരു യാത്രയില് മുറിവേറ്റ ഒരു സഹാബിനോട് വേറൊരു സഹാബി തയമ്മം ചെയ്യരുത്, എന്തായാലും കുളിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം കുളിച്ചു, മരണപ്പെട്ടുപോയി. അയാൾ മരണത്തിന് അയാൾ കാരണമായി. അള്ളാഹു അയാളെ കൈകാര്യം ചെയ്യട്ടെ എന്നൊരു ദുആ ശാപമായിട്ടല്ല, കോപത്തിൽ നബി തങ്ങൾ ആ വാക്ക് പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ വലിയ അപകടം അവിടെ സംഭവിച്ചിട്ടുള്ളത്. മെഡിസിനിലുള്ള അതേ നിയമമാണ് ഇതില്. ലൈസൻസ് ഉള്ള ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ നടത്തി സക്സസ് ആയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അയാൾ എല്ലാ ശ്രമവും നടത്തി പരാജയപ്പെട്ടു, രോഗി മരിച്ചു, അയാൾക്ക് ആ മാസത്തെ സാലറി കിട്ടും. വിജയിച്ചാൽ മാഷാ അല്ലാഹ് സാലറി എന്തായാലും കിട്ടും, പ്ലസ് സന്തോഷം, ഗിഫ്റ്റ്, ബോണസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കിട്ടും. നിങ്ങൾ അറിയാത്ത ഒരാളുടെ ക്ലിനിക്ക് തുടങ്ങി, ഒന്നും ചെയ്യണ്ട, നാളെ രാവിലെ അഴിയെണ്ണ, മനസ്സിലായില്ലേ? ക്ലിനിക്ക് തുടങ്ങാൻ തന്നെ പാടില്ല ഇവിടെ. അറിവില്ലാത്ത ആളിത് ചെയ്യരുത്. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു പദ്യമുണ്ട്, തഹ്തരിസൂന ലി അതിബ്ബാഇൽ അബ്ദാനി വല അതായത് നീ അബ്ദാൻ ശരീരങ്ങളുടെ ഡോക്ടർമാർക്ക് കുറെ മാനദണ്ഡങ്ങളുണ്ട്, ഈ ദീനിന്റെ ഡോക്ടർമാർക്ക് മാനദണ്ഡങ്ങളൊന്നും വേണ്ടേ? ഇതാണ് ഇതിന്റെ ശരി. ലൈസൻസ് ഉള്ളവർക്ക് ചെയ്യാം, ലൈസൻസ് ഇല്ലാത്തവർ ചെയ്യരുത്. അത് ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതിനുണ്ട്. സാധാരണ ചോദിക്കപ്പെടാറുണ്ട് നബിതങ്ങൾ ഏത് മദ്ഹബുകാരനാണെന്ന്. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാം ഇവരെ കുറിച്ച് നന്നായി അറിയണമെന്ന് ആഗ്രഹമുണ്ടൊന്ന് വിവരിക്കാമോ? അങ്ങനെ 7 മിനിറ്റേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കുകയല്ലേ, പഠിക്കുമ്പം നമ്മൾ ക്രമത്തിൽ പഠിക്കുക. ആദ്യം നമ്മൾ എന്താണെന്ന് പഠിക്കുക, അഹ്ലുസുന്ന എന്താണെന്ന് പഠിക്കുക. ഇതൊന്നും നമ്മൾ വളരെ തീവ്രമായിട്ട് കാണരുത്. നമ്മൾ മാന്യമായിട്ട് തന്നെ, അവരിൽ ഇതിലൊക്കെ നല്ല പതിപ്പുകളുണ്ട്, നമ്മൾ അവരെ ആദരിക്കുന്നു, മാനിക്കുന്നു. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഈ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വെക്കുക. അൽഹംദുലില്ലാഹ് ഇവിടെ അതിന്റെ ക്ലാസ് ഉണ്ട്, പല വിഭാഗങ്ങളെ പറ്റി പുസ്തകങ്ങളുണ്ട് ലൈബ്രറിയിൽ. മൗസൂഅത്തുൽ അഹ്സാബി വൽ ഫിറഖി വൽ അദിയാനിൽ മുആസിറ, പിന്നെ അവരുടെ തന്നെ ഗ്രന്ഥങ്ങളുണ്ട്, അത് ഇവിടുത്തെ ലൈബ്രറിയിലുണ്ട്. 5ാം വർഷത്തിന് ശേഷമുള്ളവർക്ക് അത് വായിക്കാൻ ഇവിടെ അനുവാദമുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. നബിതങ്ങൾ ഏത് മദ്ഹബുകാരനാണ്, എന്താ പറയണ്ടേ? നബിതങ്ങൾ എന്നല്ല ഇതൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ വെറുതെ ഉള്ള ചോദ്യമാണ്, മനസ്സിലായില്ലേ?
ഇപ്പൊ നമ്മൾ നിങ്ങൾ ഇന്ത്യക്കാരനാണോ കേരളക്കാരനോ അതോ കായംകുളംകാരനാണോ എന്ന് വെച്ചാൽ എന്താ പറയാ? നബിതങ്ങളാണ് പിൻപറ്റുന്നത്, ഇമാം ഷാഫിനെയാണോ പിൻപറ്റുന്നത്? നമ്മൾ ഇമാം ഷാഫിയിലൂടെ നബിതങ്ങളെ ഇന്ത്യയിലുള്ള കേരളത്തിലെ ഒരു പ്രദേശമായ കായംകുളത്താണ്. അപ്പൊ ഇന്ത്യക്കാരനാണോ കേരളക്കാരനാണോ അതോ കായംകുളംകാരനാണോ എന്ന് ചോദിക്കുന്നത് പോലത്തെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. നിദാന ശാസ്ത്രത്തിന്റെ തുടക്കക്കാരൻ ഷാഫിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹനഫി മദ്ഹബിന്റെ ഷാഫി റഹ്മത്തുള്ളാഹി ആണെന്ന് പറഞ്ഞപ്പോൾ ഹനഫി മദ്ഹബിന്റെ ഫിഖിലും മറ്റിതര മേഖലകൾക്കും ഈ ശാസ്ത്രത്തിന്റെ ഇൽമുമായി ബന്ധമില്ലായിരുന്നു. നമ്മളത് മദ്ഹബിന്റെ മറ്റ് മദ്ഹബുകാരോട് ഒരു അവകാശവാദമായിട്ട് പറയുന്നതല്ല. മദ്ഹബ് ഇല്ലാത്ത ആളുകൾ നമ്മളോട് ഷാഫികളോട് അധികം സംസാരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം സഹീഹും ദഈഫും നോക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് നമ്മളാണ്. ക്രോഡീകരണം തുടങ്ങിയത് മുതലുള്ള അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെയുള്ള ബൃഹത്തായ എല്ലാ ഗ്രന്ഥങ്ങളും ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും അശ്വരികളായ ഷാഫി മദ്ഹബുകാർ എഴുതിയതാണ്. അത് മറ്റു മദ്ഹബുകാരോടുള്ള ഒരു അവകാശവാദം അല്ല, അത് അവരോട് പറഞ്ഞതാണ്. രണ്ടാമത്തെ സംഗതി, ഓരോ മദ്ഹബിന്റെയും ഇമാമുമാർക്ക് ഓരോ സംഭാവനകളുണ്ട്. ഇപ്പൊ ഇവിടെ ഹനഫി ഇമാം അബൂ ഹനീഫനെ പറ്റി ഇമാം ഷാഫി പറഞ്ഞത് എന്താ? അന്നാസു കുല്ലുഹും അയ്യാലുൻ അലാ അബി ഹനീഫത ഫിൽ ഫിഖ് ذهب بالثلاثه ارباع الفقه. ഫിഖ് മുക്കാലും അദ്ദേഹം കൊണ്ടുപോയി. ജനങ്ങൾ മുഴുവനും ഫിഖ്ഹിൽ അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. വളരെ സുന്ദരമായ ഒരു പഠന രീതിയുണ്ട് ഇമാം അബൂ ഹനീഫന്റേത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പലരും സാധുക്കളാണ്, വീട്ടിൽ നിന്ന് അനുവാദം ഇല്ലാത്തവരാണ്. അവർക്ക് അദ്ദേഹം തന്നെ പണം കൊടുത്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ പഠിപ്പിച്ച് വലുതാക്കി. ഇദ്ദേഹം എല്ലാ വിഷയങ്ങളും അവർക്ക് മുമ്പിൽ വെക്കും. ഇന്നൊരു വിഷയം ഇങ്ങനെ, ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിച്ചാൽ എന്തായിരിക്കും അതിന്റെ വിധി? അത് അടുത്ത സെഷനിൽ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിൽ ഈ ശിഷ്യന്മാരും അദ്ദേഹമൊക്കെ അതിന്റെ വിധിയും കാരണങ്ങളൊക്കെ പറയും. അത് മുഴുവൻ ക്രോഡീകരിക്കും. അതിലേറ്റവും സ്വീകാര്യമായത് മദ്ഹബിന്റെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തും. ഈ പറയുന്ന കക്ഷികൾക്ക് ഒരാഴ്ച പോലും അങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ കഴിയില്ല. ഒരു വിഷയം പറയാ, എല്ലാവരും അഭിപ്രായം പറയാൻ കഴിയില്ല. എത്രയോ വർഷങ്ങൾ അദ്ദേഹം അതവിടെ നടത്തി. അദ്ദേഹത്തിന്റെ 33% അഭിപ്രായങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടു. ഇമാം ഷാഫി അദ്ദേഹം മുക്കാല് കൊണ്ടുപോയി എന്ന് പറയാൻ കാരണം ഈ പ്രോബ്ലം ക്രിയേറ്റിംഗ്, ഇതൊരു വിഷയമാണ്. ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ പ്രശ്നം അവതരിപ്പിക്കുക, പുതിയ പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാക്കുക. കാരണം ക്രോഡീകരണത്തിന്റെ കാലാണിത്, അതൊക്കെ ക്രോഡീകരിക്കപ്പെടണം. എന്നിട്ട് അപ്പം പകുതി പണി അദ്ദേഹം ചെയ്തു. അദ്ദേഹം തന്നെ ഉത്തരവും കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആ പകുതിയോട് നമ്മൾ യോജിക്കുന്നു, പകുതി നമ്മൾ വിയോജിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് കിട്ടി ചോദ്യങ്ങൾ ഉണ്ടാക്കുക വഴി ഉത്തരങ്ങൾ പകുതി ശരിയാണ് എന്ന് നമ്മൾ കരുതുന്നു, അവർ മുഴുവനും ശരിയാണെന്ന് കരുതുന്നു, നമുക്കൊരു വിരോധമില്ല. പകുതി അപ്പൊ മുക്കാലായി. മുക്കാൽ ഫിഖ്ഹും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അപ്പൊ അത് അവരുടെ സംഭാവന. ഇമാം മാലിക്കിന്റെ സംഭാവന ഉണ്ട്. ഈ ഹദീസുകളും ഫത്വകളും സഹാബാക്കളുടെ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഫിഖ് ഉണ്ടാക്കാൻ, അതിനെ ഈ രീതിയിൽ പഠിപ്പിക്കാൻ അദ്ദേഹമാണ് ഇമാം ഷാഫിക്കും അഹ്മദ് ബിൻ ഹംബലിനും ഇമാം മുഹമ്മദിനൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അഹ്മദ് ബിൻ ഹംബലാണ് ബിദ്അത്തുകാരെ നേരിട്ടത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സംഭാവനകളുണ്ട്. അത് പറഞ്ഞെന്ന് മാത്രം. അത് മദ്ഹബുകൾക്കിടയിൽ ഒരു അവകാശവാദമായിട്ടല്ല. ഇതറിയാതെ എല്ലാവരെയും തള്ളുന്നവർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉയർത്തപ്പെട്ട ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത്. മുസ്ലിം. ഇത്രയും വ്യക്തമായ ഹദീസ് ഉണ്ടായിട്ടും ഇതിൽ ഇപ്പോൾ കർമ്മശാസ്ത്ര ഷാഫി കിതാബുകളിൽ വഖഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ ജായിസ് ആണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ കൽപ്പന കടവിരുദ്ധമാണല്ലോ, അല്ലെങ്കിൽ മറ്റു മതസ്ഥരിൽ ഉണ്ടായതുപോലെ നമ്മുടെ ദീനിലും കൈകടത്തുകൾ ഉണ്ടായോ? യാഥാർത്ഥ്യം എന്ത്? കർമ്മശാസ്ത്രത്തിനാണോ അതോ ഹദീസിനോ? ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്ന നിയമങ്ങൾക്കാണ് ഫിഖ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട്, പൊളിച്ചു കളയാൻ. മക്ക ഫതഹായപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നത്. എന്തായാലും അവിടെ മുസ്ലിമീങ്ങളുടെ ഖബറുകളെല്ലാം ഉണ്ടായിരുന്നത്. അവിടെ മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ ഏത് മുസ്ലിമിന്റെ ഖബറാണ്, ആരാണ് കെട്ടിപ്പൊക്കിയത്, അപ്പൊ അത് വേറെ വിഷയം. എന്താണെങ്കിലും അത് ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. വഖഫിന്റെ പൊതുസ്ഥലത്താണെങ്കിൽ അത് പൊളിച്ചു കളയണം. ഒരു സ്വകാര്യ സ്ഥലത്താണെങ്കിൽ ഒരാള് വീട്ടിൽ ബിംബം വെച്ചാൽ പോലും ഒരുപക്ഷെ നമുക്ക് പൊളിക്കാൻ സാധിക്കണമെന്നില്ല. ഇനി സ്വകാര്യ സ്ഥലത്ത് ഖബർ കെട്ടിപ്പൊക്കാമോ ഇല്ലേ, അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അതെനിക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. പൊളിക്കുന്ന വിഷയമാണ് സാധാരണ പറയാറുള്ളത്, വായിക്കാറുള്ളത്. പൊതുവായ സ്ഥലത്താണെങ്കിൽ, വഖഫിന്റെ സ്ഥലത്താണെങ്കിൽ കെട്ടിപ്പൊക്കിയത് പൊളിച്ചു കളയണം എന്നാണ് ഇമാം നവവി പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ സ്ഥലത്താണെങ്കിൽ നമുക്ക് പൊളിക്കാൻ കഴിയില്ല. അതിപ്പോ ഒരാൾ വീട്ടില് അടുക്കളയിൽ ബിംബം കൊണ്ടെന്ന് വെച്ചാൽ പോലും ആ ഹദീസിന്റെ തന്നെ ബാക്കി ഭാഗം എന്താ? നാട്ടി വെച്ചിരിക്കുന്ന ബിംബങ്ങൾ പൊളിക്കണം എന്നാണ്. ഒരാൾ വീട്ടിൽ വെച്ചാൽ പോലും നമുക്കൊന്നും
പറയാൻ കഴിയില്ല. ഇനി വീട്ടിൽ ഖബർ കെട്ടിപ്പോക്കാമോ? അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അതിന്റെ വിധി എന്താണെന്ന് എനിക്കറിയില്ല. എന്താണോ ഹദീസിലുള്ളത്, എന്താണ് നബി തങ്ങളുടെ താല്പര്യം, അത് കണ്ടെത്താനാണ് ഇമാം ഷാഫികളും ശ്രമിക്കുക. അതിൽ യാതൊരു കുറവും വരുത്തുകയില്ല. അതിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് ഭയങ്കര ചോദ്യമാണല്ലോ. ഇതാരത്? ഇതൊരു 1.5 പേജുണ്ട്. 4 വരെ പോകാൻ പറ്റും. ഇത് എഴുതിയാളൊന്ന് വായിക്കോ. ഇതാരതാണ്? വായിച്ചോന്ന്. നേരെ എഴുന്നേറ്റ് ചോദിച്ചു. ഈ ചോദ്യം എഴുതിയാള് നേരെ എഴുന്നേറ്റ് ചോദിച്ചു. പ്രശ്നമില്ല. ഇൻഷാല്ലാ. ഇതാരതാണ് ചോദ്യം? ഓ, ലാ സലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയായിരിക്കും വിചാരിക്കാം. എന്തുകൊണ്ടാണ് ഇമാമിന്റെ പുറകിൽ മഅ്മൂം ഫാത്തിഹ ഓതാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചില ഹദീസുകളിൽ സംയോജിപ്പിക്കുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഇപ്പൊ ഖുർആനിന്റെ ആയത്താണ് വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ ഓതപ്പെടുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തിന് വേണ്ടി ഒരല്പസമയം വഖഫ് കൊടുക്കാൻ ഷാഫികൾ വളരെയധികം ശ്രമിച്ചിട്ട് എന്താ പറയാ, സംശയാസ്പദമായ തെളിവാണ് സത്യത്തിൽ കിട്ടിയത്. മറ്റു മദ്ഹബുകാരോട് പറഞ്ഞ് പിടിപ്പിക്കാൻ കഴിയാത്ത തെളിവ് കിട്ടിയിട്ടുള്ളൂ. പ്രത്യക്ഷത്തിൽ പല ഇമാമുകളും പ്രത്യക്ഷത്തിലുള്ള റിവായത്തുകൾ വെച്ചുകൊണ്ട് ആ ഒരു ഇടവേള ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഇടവേള ഇല്ലെങ്കിൽ ഖുർആനിന്റെ ഈ കൽപ്പന എങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കും? ഒന്ന്. രണ്ടാമത്തത്, നബിതങ്ങളുടെ പുറകിൽ പലപ്പോഴും സഹാബാക്കളുടെ ഓതലിന്റെ ശബ്ദം ഉയർന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തടഞ്ഞിട്ടുണ്ട്. ഷാഫികളായ നമ്മൾ പറയും അത് പതുക്കെ ഓതണമെന്നാണ്, അല്ലെങ്കിൽ സൂറത്ത് ഓതരുതെന്നാണ്. നബിതങ്ങൾ ഓതുന്നതിനെ തടഞ്ഞു. അപ്പൊ ഫാത്തിഹ വേണ്ടെന്നർത്ഥം. ഇനി ഫാത്തിഹ ഓതാതെ നമസ്കാരമില്ല എങ്കിൽ മസ്ബൂക്കിന് പെട്ടെന്ന് കയറി വരുന്ന ആള് ഇമാം റുക്കുവിലേക്ക് പോകുമ്പോൾ ഫാത്തിഹ ഓതാതെയാണ് പോകുന്നത്. ആ ഫാത്തിഹ ഇമാമ് വഹിക്കുകയാണ് ചെയ്യുന്നത്. അൽ ഇമാമു ളാമിൻ, ഇമാമ് വഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ നേരത്തെ ഇമാം ഇബ്നു തൈമിയ പറഞ്ഞൊരു സംഗതി ഓർമ്മ വേണം. 150 ഇമാം അബൂ ഹനീഫ വഫാത്താവുന്നത്. അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നത് കണ്ട വ്യക്തിയാണ്. റുഇയത്തുള്ള താബിഈയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മൻ കാന ലഹു ഇമാമൻ ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ എന്ന ഹദീസ് കിട്ടിയിട്ടുണ്ട്. അത് പിൽക്കാലത്തേക്ക് അതിനെ ഒരു 120 കൊല്ലം ഒരു മ്യൂസിയത്തിൽ വെച്ച് സംരക്ഷിക്കുക, പരമാവധി അതിൽ ദഈഫായ ആളുകൾ വരാതെ കാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആ കിട്ടിയ ഹദീസ് സഹീഹാണെങ്കിൽ അദ്ദേഹത്തിന് ആ വിധി പറയാം. അപ്പൊ ആ റിവായത്തുകളും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു വഴിയൊക്കെ വളരെ കുറഞ്ഞ ആളുകളുള്ള സനദോടുകൂടെ. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. രണ്ടാമത്തെ സംഗതി, മറ്റ് ഹിജാസിലുള്ള മദ്ഹബുകളിൽ പോലും, ഹംബലി മാലിക്കി മദ്ഹബുകളിൽ പോലും പലരും ഉറക്ക ഓതുന്ന നിസ്കാരത്തിൽ ഓതേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉറക്ക ഓതുന്ന നിസ്കാരത്തിൽ ഓതേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്ന ഹദീസിന് അവരും എക്സംഷൻ കൊടുക്കുകയാണ്, അവരും ഒഴിവ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ന്യായം വെച്ചാണോ ഒഴിവ് കൊടുക്കുന്നത്, അതേ ന്യായം വെച്ചാണ് ഇവരും ഒഴിവ്. ചുരുക്കത്തിൽ ഷാഫികൾ മാത്രമേ എല്ലാ നിസ്കാരത്തിലും ഉറക്കമുള്ളതിലും പതുക്കെയുള്ളതിലും ഫാത്തിഹ ഓതണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിഷയം ഇതിന്റെ കാരണങ്ങൾ വിവരിക്കലും അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിലുള്ള നിലപാട് പറയലുമാണ്. അല്ലാതെ ഓതുന്നതിന്റെ അല്ലെങ്കിൽ ഓതാത്തതിന്റെ തെളിവ് പറയലല്ല. ഈ ഓതുന്നതും ഓതാതിരിക്കുന്നതും ഉണ്ടായത് ഇന്ന കാരണം കൊണ്ടാണ്, ഇത് പ്രാമാണികമായ കാരണങ്ങൾ കൊണ്ടുള്ളതാണ്, ഇത് വളരെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് എന്ന് പറയലാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇമാം അബൂ ഹനീഫ ആ അഭിപ്രായം പറഞ്ഞത്. പോരാത്തതിന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇവർക്ക് പറഞ്ഞു കൊടുത്തൊരു എക്സ്ട്രാ തെളിവുണ്ട്. നബിതങ്ങൾ അവസാന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമാക്കി നിർത്തിയിട്ട് നമസ്കാരത്തിന്റെ പകുതിയിൽ വന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ ചില പദങ്ങളിൽ ഫഖറഅ മിൻ ഹൈതു ഖറഅ അബൂബക്കർ, അബൂബക്കർ ഓതിയത് മുതൽ ബാക്കി നബിതങ്ങൾ പാരായണം ചെയ്തു എന്ന ഹദീസ് വെച്ചുകൊണ്ട് നബിതങ്ങളുടെ അവസാന കാലത്ത് പോലും ഓരോ വ്യക്തിയും സ്വന്തമായിട്ട് ഫാത്തിഹ ഓതിയിരിക്കണം ഇമാമിന്റെ പുറകിലാണെങ്കിലും എന്ന അഭിപ്രായത്തിന് പ്രസക്തിയില്ല എന്നും അവർ സമർത്ഥിക്കുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹദീസുകളെ സംയോജിപ്പിക്കുന്നതിലുണ്ടായ ഭിന്ന അഭിപ്രായങ്ങളെന്ന് മാത്രം.
മദ്ഹബിന്റെ പേരിൽ ഭിന്നതകൾ നടന്നിട്ടുണ്ടോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് മാലിക്കി മദ്ഹബുകാരിലെ വിപ്ലവകാരികളാണെന്ന ചരിത്രം സത്യമാണോ? എനിക്കിതിനെപ്പറ്റി മദ്ഹബിന്റെ പേരിൽ ഭിന്നതകൾ നടന്നിട്ടുണ്ടോ? ഈ മദ്ഹബിന്റെ ഇമാമുകാരുടെ കാലത്ത് നടന്നിട്ടില്ല. എന്നാൽ ഇമാം ഷാഫിഈ ഹിജ്റ 199 ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ പ്രചാരം നേടിയ മദ്ഹബ് മാലിക്കി മദ്ഹബായിരുന്നു. അപ്പൊ ആ മാലിക്കി മദ്ഹബിന്റെ ശിഷ്യന്മാർക്ക് അവരുടെ ദർസിൽ അവരുടെ മുന്നിൽ ആളുകൾ കുറയുന്നത് പ്രയാസമുണ്ടാക്കിയിരുന്നു. അതിന് ഇമാം മാലിക്കൊന്നും ഉത്തരവാദിയല്ല. ജനങ്ങളുടെ പ്രകൃതത്തിൽ വ്യത്യാസമുണ്ടാകും. അത് ചിലരിൽ കുറച്ച് രൂക്ഷമായി പ്രകടമാകുമെന്നല്ലാതെ അതിന്റെ പേരിൽ പള്ളി പൂട്ടലോ പിടിച്ചടക്കലുകളോ പിൽക്കാലത്തെ ചില നൂറ്റാണ്ടുകളിൽ ഭരണാധികാരികൾ ചിലപ്പോൾ ഒരു മദ്ഹബിന്റെ ആളുകൾക്ക് മാത്രം ഖാദി സ്ഥാനം, മുഫ്തി പദവി മറ്റൊക്കെ കൊടുക്കുമ്പോൾ വലിയ വലിയ ആലിമുകൾ അവരുടെ ഇൽമ പ്രയോജനപ്പെടാതെ പലപ്പോഴും വെറുതെ ഇരിക്കേണ്ടി വരും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ചില പക്ഷപാതിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെയുള്ള ബാഹ്യമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ ഇതിന്റെ പേരിൽ പക്ഷപാതിത്വം ഉണ്ടായിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ വധിച്ചത് ഈ സംഭവമായിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യം അറിയില്ല. നമ്മളിവിടെ ധൈര്യത്തിൽ ഇത് ഏറ്റെടുക്കുന്നത് നമ്മുടെ ഉസ്താദുമാര് അടുത്തുള്ളത് കൊണ്ടാണ്. എൽബോർഡ് വെച്ച് ഡ്രൈവ് ചെയ്യാണ്, മനസ്സിലായല്ലേ? ഡ്രൈവിംഗ് അറിയുന്നവരുണ്ട് മജ്ലിസിൽ, അതുകൊണ്ട് പ്രശ്നമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്നങ്ങ് പറയാം. വേറെ ചോദ്യങ്ങൾ? പിന്നെ ഇവിടെ ഒരു സൗദിയിലുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ ഇസ്ലാമിക ഫിഖ് അക്കാദമിയുടെ പേരിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു 1987. അതിന്റെ ഒരു മലയാളം കോപ്പിയാണ് ഇത്. അതിൽ പറയുന്നത് മദ്ഹബി പക്ഷപാതിത്വവും മദ്ഹബ് നിഷേധവും, ഇത് രണ്ടും ഒരുപോലെ അപകടമാണ്. അതിന്റെ പ്രധാനപ്പെട്ട വരി വായിക്കാം. 1987 ഒക്ടോബർ 17 മുതൽ 21 ഷെയ്ഖ് ഇബ്നു ബാസ്, സാലിഹുൽ ഫൗസാൻ, ഷെയ്ഖ് ബക്കർ അബൂ സൈദ് ലജനത്തു ദായിമയിൽ ആയിരക്കണക്കിന് ഫത്വകളിൽ ഒപ്പുവെച്ച നല്ല ഫിഖ്ഹുള്ള ഉസൂലുള്ള പണ്ഡിതനാണ് ബക്കർ അബൂ സൈദ്. അവർ നൂറ്റാണ്ടുകളായി ഇസ്ലാമിക ലോകം സ്വീകരിച്ചു വരുന്ന കർമ്മശാസ്ത്ര മദ്ഹബുകളെ ചിലർ വിമർശിക്കുകയും മദ്ഹബിലെ പണ്ഡിതന്മാരെ വഴിതെറ്റിയവരായി മുദ്രകുത്തുകയും ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുന്ന ചില ശക്തികൾ ഇസ്ലാമും ഖുർആനും ഹദീസും ഒക്കെ ഒന്ന് മാത്രമായിരിക്കുമ്പോൾ എന്തിനാണ് പല മദ്ഹബുകൾ എല്ലാം ഒന്നാക്കിക്കൂടെ എന്ന തത്വം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇത്തരം ആത്യന്തിക വാദങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് താഴെ പറയുന്ന കാര്യങ്ങൾ മുസ്ലിമീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇവിടെ പ്രധാനമായിട്ടും അവർ പറഞ്ഞത് മദ്ഹബി പക്ഷപാതിത്വം എന്ന് പറയുക ഒരു മദ്ഹബിനെ പിൻപറ്റുന്നതിനല്ല, മറിച്ച് അടുത്ത മദ്ഹബുകളെ ആക്ഷേപിക്കുന്നതിനും അതിന്റെ ഇമാമകാരെ താഴെക്കിടക്കാരായി കാണിക്കുന്നതിനുമാണ് മദ്ഹബി പക്ഷപാതിത്വം എന്ന് പറയുക. ചില കിതാബുകളുടെ ഇതിലൊക്കെ കാണാം പരസ്യത്തിൽ മദ്ഹബി പക്ഷപാതിത്വത്തിൽ നിന്ന് മുക്തം. മനസ്സിലായല്ല? ഒരു മലിനീകരണവും ഇല്ലാത്തത്. എന്താണ് ഈ മദ്ഹബി പക്ഷപാതിത്വം? ഒരു മദ്ഹബിന്റെ പിൻബലിൽ പക്ഷപാതിത്വമാണോ? എങ്കിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പക്ഷപാതിത്വം എന്നാണോ പറയാം? എന്തായി പറയുന്നത്? ഒരു മദ്ഹബിനെ പിൻപറ്റലോ അതിന്റെ തെളിവുകൾ പറയലോ അത് ശരിയാണെന്ന് സമർത്ഥിക്കലോ മദ്ഹബി പക്ഷപാതിത്വമല്ല. ഇതര മദ്ഹബുകളുടെ ഇമാമുകളെ താഴ്ത്തിക്കെട്ടലും അതിനെ വിമർശിക്കലും ഇതിന് ആവശ്യമില്ലാത്ത വഴക്കുകൾ ഉണ്ടാക്കലുമാണ് മദ്ഹബി പക്ഷപാതിത്വം എന്ന് വളരെ കൃത്യമായിട്ട് അവരിവിടെ ഡിഫൈൻ ചെയ്യാൻ നിർവചിക്കാൻ. അടുത്ത സംഗതി, ഈ മദ്ഹബുകളുടെ ഈ വൈരുദ്ധ്യം ഒരു പോരായ്മയോ ദീനിലൊരു ന്യൂനതയോ അല്ല. ഇതിന് അറബി കോപ്പിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. മലയാളം ഇൻഷാ അല്ലാഹ് എടുക്കാം. സാധ്യവുമല്ല. കാരണം ഇത് ഒഴിവാക്കുക സാധ്യമല്ല. പ്രമാണത്തിൽ വന്നിരിക്കുന്ന ചില വാക്കുകൾക്ക് ഒന്നിലധികം ആശയങ്ങൾ ഉണ്ടാകും. പ്രമാണങ്ങളിലെ പരിമിതമായ വരികളും അടിസ്ഥാന തത്വങ്ങളും മുന്നിൽ വെച്ച് മനുഷ്യർ നേരിടുന്ന അസംഖ്യം പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ബൗദ്ധികമായ വിശകലനം, ഖിയാസും ഗവേഷണവും അനിവാര്യമായി വരുന്നു. അപ്പോൾ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവുക തീർത്തും സ്വാഭാവികവും പ്രകൃതിപരവുമാണ്. ഇതിനൊക്കെ വലിച്ചെറിയാൻ പറയുന്നത് അനാവശ്യമായ അനൈക്യം ഉണ്ടാക്കലാണ്, പ്രത്യേകിച്ചും ഇസ്ലാം വെല്ലുവിളി നേരിടുന്ന കാലത്ത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചോദ്യം വന്നിട്ടില്ലെങ്കിലും സാധാരണ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവര് വെള്ളമൊഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട്. രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രസംഗത്തിനിടയിൽ പറഞ്ഞു സലഫി എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ആരാണ് സലഫിയ? അവർ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണോ? എങ്കിൽ അവർക്ക് എന്തുകൊണ്ട് സൗദിയിൽ മദ്ഹബില്ല? ആരാണ് സൗദിയിലെ മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും? ഒന്നാമത്തെ സംഗതി, ഇതൊരു പ്രത്യേക വിഷയമാണ്. സലഫിയ
ഇതേപോലെ പറയേണ്ടി വരും. സലഫിയ ചരിത്രം, നിലപാടുകൾ, വ്യതിയാനങ്ങൾ, ഇതിങ്ങനെ പറയേണ്ടി വരും. അഖീദയിലുള്ള ഒരു വിഷയത്തിൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉമ്മത്ത് സ്വീകരിച്ച രണ്ട് നിലപാടുകളിൽ ഒന്നിനെ മാത്രം ശരിയായി കാണുകയും അടുത്തതിനെ എതിർക്കുകയും ചെയ്യുന്നത്, അതായത് അള്ളാഹുവിന്റെ മുതശാബിഹായ സിഫത്തുകൾ, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കാല്, അള്ളാഹു കാല് നരകത്തിൽ വെക്കും, അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങും തുടങ്ങിയ പദങ്ങൾ വന്നാൽ നേരെ അർത്ഥം പറയണം, വ്യാഖ്യാനിക്കരുത് എന്ന വാദം ഒരാൾ പറഞ്ഞാൽ അയാൾ സലഫിയാണ്. ലോകത്തെ മറ്റേത് വിഷയത്തിൽ അയാൾ എന്ത് പറഞ്ഞാലും, തറാവീഹ് 20 പറഞ്ഞു അഹ്മദ് ബിൻ ഹംബൽ, ഇബ്നു ഖുദാമ, 3 തലാഖ് 3 പറഞ്ഞു. ഇവരുടെ ഇന്നത്തെ വാദങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. ഈ വിഷയത്തിൽ വ്യാഖ്യാനം പാടില്ല എന്ന് പറഞ്ഞാൽ സലഫിയായി. നിങ്ങൾ ബാക്കിയെല്ലാം തറാവീഹ് 8 പറഞ്ഞു, പലതും പറഞ്ഞു. പക്ഷെ ഈ വിഷയത്തിൽ വ്യാഖ്യാനം പാടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴുകിയാലും നിങ്ങൾ സലഫിയാകൂല. ഈ വിഷയത്തിലെ ഈ നിലപാടിന്റെ പേരാണ് സലഫിയ. അപ്പൊ ഇതിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ നിലപാടിനെ തെറ്റായി മനസ്സിലാക്കിയ ചില ആളുകൾ പിന്നെ അതിൽ തീവ്രത കാണിച്ചു. അവരോട് സ്നേഹം കൂടിയവർ ആ മദ്ഹബിൽ കൂടി അവർ ചില തെറ്റുകളെ ഇല്ലാതാക്കുമ്പോൾ കുറെ ശരികളെ കൂടി ഇല്ലാതാക്കി. അവർ പറഞ്ഞു ഇനി മദ്ഹബും വേണ്ട. അങ്ങനെ മദ്ഹബില്ലായ്മ അതിലേക്ക് കടന്നു വന്നതാണ്. അഹ്മദ് ബിൻ ഹംബൽ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇബ്നു ഖുദാമ ഹംബലിയാണ്, ഇബ്നു റജബുൽ ഹംബലിയാണ്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഹംബലിയാണ്. അപ്പൊ ഈ സലഫി അഖീദയുടെ ഇമാമുമാരായിട്ട് ഇവർ പരിചയപ്പെടുന്നവർ മുഴുവനും ഫിഖ്ഹിൽ ഹംബലികളാണ്. ഇമാം ദഹബി ഫിഖ്ഹിൽ ഷാഫിഇയാണ്, അഖീദയിൽ സലഫിയാണ്. ഇബ്നു അബ്ദുൽ ബർറും മാലിക്കി ഒരുപാട് വിഷയങ്ങളിൽ ഈ വിഷയത്തിൽ സലഫി നിലപാടുള്ള ആളാണ്. പിൽക്കാലത്താണ് അതൊരു ഫുൾ ഫ്ലഡ്ജിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനമായിട്ട് മാറിയത്. അതിൽ പിന്നെ ഓരോന്ന് ഓരോ കൊല്ലം കടത്താണ്. മനസ്സിലായല്ലേ? ഇബ്നു അബ്ദുൽ വഹാബ് മദ്ഹബിനെ നിരാകരിച്ചിട്ടേയില്ല, അദ്ദേഹം ഹംബലിയാണ്. ഇബ്നു തൈമിയ സാധാരണക്കാരൻ മദ്ഹബ് പിന്തുടരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല, അതൊക്കെ ഈ അടുത്ത് വന്നതാണ്. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ അതിൽ ചേർന്നതാണ്. യഥാർത്ഥത്തിൽ സലഫിയ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ തഅ്വീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർക്കാണ് പറയാം. അവർ അഹ്ലുസുന്നയാണോ അകത്താണോ പുറത്താണോ, അവരിൽ നിന്നും അള്ളാഹുവിന് കാല് കൈ എന്ന് പറഞ്ഞിട്ട് അവയവങ്ങൾ സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് പോകാത്തവർ അഹ്ലുസുന്നയാണെന്ന് ഇമാം സുബുക്കിയും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ലുസുന്ന 3 അശ്അരിയ, മാതുരിദിയ, അസരിയ. ഈ അസരിയയാണ് സലഫിയ എന്നറിയപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിന്റെ അനുയായികൾ. ഇവർ പിന്നീട് എല്ലാ വിഷയത്തിലും നിലപാട് പറയുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയാണ് ചെയ്തത്. പിന്നെ ഇവർക്ക് മദ്ഹബ് അംഗീകരിക്കുന്നവരുണ്ടോ എന്നാണ് ചോദ്യം. ഷെയ്ഖ് അബ്ദുൽ അൽ ഫഖീഹ്, അതുപോലെ ഷെയ്ഖ് ബക്കർ അബു സെയ്ദ്, പിന്നെ ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബ്, ഇവരൊന്നും അടിസ്ഥാനപരമായിട്ട് ഒരു മദ്ഹബിനെ പിൻപറ്റുന്നതിനെതിരായിരുന്നില്ല. ഷെയ്ഖ് അൽബാനിയാണ് ഒരു മദ്ഹബിലേക്ക് നിസ്ബത്ത് പോലും പാടില്ല, ചേർത്ത് പറയാൻ പോലും പാടില്ല എന്ന വാദക്കാർ. അതിനുശേഷം വന്ന ഈ ഷെയ്ഖ് ഹജൂരി, ഷെയ്ഖ് ഹലബി, മദ്ഖലി, ഇവരുടെ ആളുകൾ. ദൗർഭാഗ്യകരം, നമ്മുടെ കേരളത്തിലുള്ള 3 ഗ്രൂപ്പുകൾ, ANM, KNM, JNM, ഈ 3 ഗ്രൂപ്പുകളും അവിടെ പലതും ഉണ്ടായിട്ട് ഒരു സംഘടന മുന്നോട്ട് പോകണമെങ്കിൽ, ചെറുപ്പക്കാർക്കിടയിൽ വേര് പിടിക്കണമെങ്കിൽ ഒരു സംഗതി വേണം, ഒരു ഐഡിയോളജി വേണം, ഒരു ശത്രു വേണം. മനസ്സിലായില്ല? ഇതൊരു സൈക്കോളജിയാണ്. ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പൊ ദിക്റിനെ പറ്റി ഒരു പ്രസംഗം നടത്തി നിൽക്കുക, നന്നായിട്ട് അതിലാരും വരില്ല. അയാൾ അടുത്ത സംഘടനയെ പറ്റി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ മൈതാനം ഫുള്ളാവും. ഇത് ഇവർക്ക് അറിയേണ്ട യാതൊരു കാര്യമില്ല, പക്ഷെ മറ്റൊരു ദൈനംദിന ജീവിതത്തിൽ അറിയേണ്ട കാര്യമാണ്. ഇതാണ് ഇന്നത്തെ ട്രെൻഡ്. അപ്പൊ ട്രെൻഡ് അനുസരിച്ചാണ് സംഘടനകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നല്ല മിതവാദികളുണ്ട്, അൽഹംദുലില്ലാഹ് ഇതും ശരിയാണ്, പക്ഷെ ഈ തെറ്റ് തിരുത്തണം. ഇങ്ങനെ മയമായിട്ട് പറഞ്ഞാൽ ചെറുപ്പക്കാരെ കിട്ടൂല. അപ്പൊ കുറച്ച് ഒരു ഐഡിയോളജി സ്ഥാപിച്ച് ഒരു ശത്രുവിനെ നിർത്തി അവനെ നോക്കി 2 പ്രസംഗിച്ചാൽ മാത്രമേ പ്രസംഗിക്കാൻ കുറച്ച് സുഖം ഉണ്ടാവുള്ളൂ, അപ്പോഴേ ചെറുപ്പക്കാരെ കിട്ടുള്ളൂ. ഇത്രയും നല്ല ഇബ്നു ബാസ് വരെയുള്ള മദ്ഹബും ഉസൂലൊക്കെ ഉള്ള സലഫികൾ ഉണ്ടായിട്ടും ഈ അൽബാനിനെയും ഹലബി, മദ്ഖലി, ഇവരുടെ അനുയായികളാണ്. മങ്കടയിൽ നിന്ന് തെറ്റിയ ദമ്മാജ്, ഇതൊക്കെ ഈ പറയുന്ന 3 കക്ഷികളുടെ അനുയായികളാണ്. അവരിവിടെ ഇറക്കുമതി ചെയ്യുന്നത് ഒരു മദ്ഹബും പാടില്ല എന്ന ആശയമാണ്. അതല്ലാത്ത ആളുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ഫിഖ്ഹും ശരീഅത്തും പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ കാറ്റടിച്ചിട്ടേയില്ല. അവർക്ക് നിങ്ങളെ കണ്ടാല് അയിനല്ലാഹ് എന്ന് ചോദിക്കുന്ന സ്വഭാവമില്ല. അല്ലാഹു എവിടെ? ഈ പറയുന്ന തരത്തിലുള്ള ഒരു രോഗങ്ങളും അവർക്കില്ല. അവിടെ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ദൗർഭാഗ്യകരം, ഇതില് ചില തീവ്ര ആശയക്കാരുടെ കൈകളിലേക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ പോയി. അൽഹംദുലില്ലാഹ് ഇപ്പൊ അതിൽ കുറവ് വരുന്നതായിട്ടാണ് അറിയുന്നത്. സൽമാൻ രാജാവ് വന്നതിന് ശേഷം അല്ലാഹു അലം കേട്ടറിവാണ്. എന്താണെങ്കിലും അവിടെ 2 വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഷെയ്ഖ് അൽബാനിയാണ് ഇതിനെ ഈ തീവ്രതയിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഈ അവസ്ഥ ഉണ്ടായത്.
4 മദ്ഹബും ശരിയാണെങ്കിൽ 4 നമസ്കാരങ്ങൾ എന്തുകൊണ്ട് സൗദിയിൽ നിലനിൽക്കുന്നില്ല? സത്യത്തിൽ അത് ഇടക്കാലത്ത് ഉണ്ടായിരുന്നു. അതിനേക്കാൾ നല്ലത് എന്നുള്ള രീതിയാണ് നമ്മളിത്. ഇമാം അബൂ യൂസഫ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, നിങ്ങളുടെ മദ്ഹബിൽ രക്തം വന്നാൽ വുളു മുറിയും, ഈ ഇമാമ് രക്തം വന്നാൽ വുളു മുറിയൂല എന്ന അഭിപ്രായക്കാരനാണ്, നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ തുടരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാം മാലിക്കിനെയും ഇമാം മാലിക്കിനൊക്കെ തുടരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം എതിർ ഇജ്തിഹാദിനെ മാനിച്ചുകൊണ്ട് പുറകിൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. അവരുടെ ഫത്വകൾ ആ മദ്ഹബ് നിലനിൽക്കുന്ന നാട്ടിൽ ഇതാക്കുക, അത് എല്ലാ സ്ഥലങ്ങളിലും അടിച്ചേൽപ്പിക്കാതിരിക്കുക. UAE ഫത്വ കമ്മിറ്റി ചെയ്യുന്നത് പോലെ, കുവൈറ്റിലുള്ള ഫത്വ കമ്മിറ്റി ചെയ്യുന്നത് പോലെ. അവർക്ക് ഇന്ത്യ എന്നാണ് ഒരു ചോദ്യം പോയതെങ്കിൽ അവർ ഇന്ത്യയിൽ മാലിക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണോ ഇജ്തിഹാദ്, എന്താണോ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്ന പ്രമാണങ്ങളുടെ രീതി, അതനുസരിച്ച് ഉത്തരം പറയുന്ന ഒരു നല്ല മാതൃക കുവൈറ്റിലെ ഫത്വ ബോർഡിലുണ്ട്. വളരെ നമ്മൾ നേരത്തെ അബൂ ഹനീഫ ഇമാമിന്റെ രീതി പറഞ്ഞതുപോലെയാണ്. വ്യത്യസ്ത ആശയങ്ങളുള്ള മദ്ഹബിലുള്ള ആളുകൾ ഒന്നിച്ച് വളരെ നല്ല രീതിയിൽ അവരുടെ ഫത്വ കൊണ്ടുപോകുന്നുണ്ട്. ദുബായിലെ ഫത്വ കമ്മിറ്റി അവരുടെ ഇംഗ്ലീഷിലും അറബിയിലും അവർ കുറിപ്പിറക്കി 4ഉം 5ഉം പോയിന്റായിട്ട്. നമ്മുടെ മദ്ഹബ്, ഒഫീഷ്യൽ മദ്ഹബ് രാജ്യത്തിൻ്റെത് മാലിക്കി മദ്ഹബാണ്. ഇബാദത്തുകളിൽ നമ്മൾ അതിനാണ് ഫോളോ ചെയ്യുക. മുആമലാത്തിൽ, ഇടപാടുകളിൽ സൗകര്യത്തിന് വേണ്ടി മറ്റു മദ്ഹബുകൾ പിൻപറ്റും. അതൊക്കെ വ്യക്തമാക്കിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തെ നേരെ നിബിധങ്ങളുടെ പേരിലും മറ്റ് അഭിപ്രായങ്ങളുടെ ആ ഇമാമിന്റെ പേരിലുമാക്കാതെ നമ്മൾ എന്താണോ അത് വ്യക്തമാക്കിയിട്ട് അതല്ലാത്തവർക്ക് അതിന്റെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ 4 നിസ്കാരം ആക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഹദീസ്, എന്റെ ഈ ഉമ്മത്ത് 72 വിഭാഗമാകും. ഇതൊക്കെ അതിൽ 73 വിഭാഗമാകും. അതിൽ 1 സ്വർഗത്തിലാണ്, ബാക്കിയെല്ലാം നരകത്തിലാണ്. ആരാണവർ? ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐഡിയോളജി വേണം, സ്ട്രോങ് ഒരു ശത്രു വേണം, എന്നാലേ ചെറുപ്പക്കാര് ആവേശത്തിൽ പോസ്റ്റ് ഒട്ടിക്കോളും. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യും? എല്ലാവരുടെയും ആയുധമാണ് 73 വിഭാഗത്തിന്റെ ഹദീസ്. അടുത്ത ഗ്രൂപ്പ് ഉണ്ടായാൽ അയാളെ പിടിച്ചെന്ത് ചെയ്യുക? 73 പെടുത്തുക. അപ്പൊ കുറച്ചും കൂടെ എന്ത് ചെയ്യും? സ്ട്രോങ് കൂടും. ഈ വിഷയങ്ങൾ തീരെ പ്രാധാന്യമില്ലാത്ത ചില വിഷയങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകും, ചർച്ചയുണ്ടാകും. അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറവാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി അടുത്ത അമലിലേക്ക് പോകും. അതിനാണ് ഈ 73 ഹദീസ് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ അഖീദയുടെ കിതാബുകളിൽ അഹ്ലുസുന്നയുടെ ഉസൂലാണ് എന്ന് പറയുന്ന കാര്യങ്ങളെ നിഷേധിച്ചാലാണ് ഒരാൾ 73 വിഭാഗത്തിൽ പെടുക. അഹ്ലുസുന്നയുടെ ഉസൂലായിട്ടൊരു കാര്യം സ്ഥാപിക്കണമെങ്കിൽ മുതവാത്തിറായത് വേണം. സഹീഹായതിന് പോലും ഒരാൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിഷേധിച്ചാൽ അയാൾ തെറ്റുകാരനും പാപിയൊക്കെ ആണെങ്കിലും നമുക്കൊരു വിധി എന്ന നിലയിൽ അയാൾ 73 പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഖബറിൽ അസാബ് ഉണ്ടാകും, ഇന്ന പാമ്പ് വരും, ഇന്ന ദണ്ട് കൊണ്ടടിക്കും. അടുത്ത ഹദീസ്. തേളുണ്ടാകും, 3-ാമത്തെ ഹദീസ്. ഖബറിൽ കവാടങ്ങൾ തുറക്കപ്പെടും, സ്വർഗത്തിൽ കാറ്റടിക്കും, ഒരു ഹദീസ്. ഇതൊക്കെ സഹീഹായ ഓരോ സനദുള്ള ഓരോ ഹദീസാണെന്ന് കരുതാം. ഇങ്ങനെ ഒരു 10-25 സനദോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇതിനൊരു കേന്ദ്ര ആശയമുണ്ട്. ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ടാകും, പ്രതിഫലവും ശിക്ഷയും ഉണ്ടാകും. ഇത് ആശയപരമായിട്ട് മുതവാത്തിറായി. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും കളവാകാൻ സാധ്യതയില്ലാത്ത വിധം സംഘമായി കൈമാറി വന്ന ഒരു ആശയമാണ് ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ടാകുമെന്നുള്ളത്. ഇനി ഇതിനാരെങ്കിലും നിഷേധിച്ചാൽ അയാൾ എന്താകും? ആ ദണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞ ഹദീസ് ഇല്ലാത്തതാണ്. ഈ തേളിന്റെ ഇങ്ങനെ കടിക്കും എന്ന് പറഞ്ഞ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ 73 പോകൂല. മുതവാത്തിറായി വന്നിട്ടുള്ള ഉസൂലുകളെ നിഷേധിച്ചാലാണ്, അഖീദയുടെ ഉസൂലുകളെ നിഷേധിച്ചാലാണ് 73 പെടുക. അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ കൈകെട്ടുന്നത്, കാല് വെക്കുന്നത്, ഫിഖ്ഹിയായത്, ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ആരും 73 പെടൂല. എല്ലാവരും മത്സരിച്ച് 73 പെടുത്താൻ ശ്രമിക്കുന്ന കാലത്ത് നമ്മുടെ മൗലാന ഉബൈദുള്ള അസ്അദി സാഹിബ് ഫിർഖ 73 വാലി ഹദീസ് എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. 73 വിഭാഗത്തെ കുറിച്ച് പറയുന്ന ഹദീസിന്റെ ഷറഹ്. അദ്ദേഹം ദൈവബന്ധിന്റെ അനേകം ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മിതവാദികളായ മറ്റു സംഘടനക്കാരൻ നമ്മൾ 73 വിഭാഗത്തിൽ പെടുത്താറില്ല. അത് നമ്മുടെ രീതിയല്ല. ഒരു വിഭാഗത്തിന് ഉള്ളിലുള്ള അവാന്തര ചർച്ചകളാണ് ഇത് മുഴുവനും. നമുക്ക് ഈ മൈലേജ് കൂട്ടാൻ വേണ്ടി ആരെയും 73 പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഖാൻപൂരി, അഹമ്മദ് ഖാൻപൂരി മൗലാന, നല്ല ഫിഖ്ഹുള്ള ഗ്രാഹ്യമുള്ള മുഫ്തിയാണ്. ഇവിടെ വരുന്നതാണ് നമ്മുടെ ദാബിൽ ഷെയ്ഖുൽ ഹദീസ് സുഫിയാൻ ഉസ്താദിന്റെ ഉസ്താദ്. എല്ലാവർക്കും ബന്ധവും പരിചയമുള്ള മൗലാനയാണ്. അദ്ദേഹത്തോടൊരു ചോദ്യം വന്നു, മദ്ഹബുകൾ ഒഴിവാക്കുന്നവൻ അഹ്ലുസുന്നക്ക് പുറത്താണോ? വളരെ ആപ്റ്റായിട്ട് അദ്ദേഹം ഒരു ഉത്തരം കൊടുത്തു. അത് അള്ളാഹു ഈ നേരത്തെ പറഞ്ഞതുപോലെ തൗഫീഖ് കൊണ്ട് കിട്ടുന്ന ഉത്തരങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മദ്ഹബ് ഒഴിവാക്കുന്നതിന്റെ ഉദ്ദേശം
എനിക്ക് കൂടുതൽ നല്ലത് കിട്ടണം എന്നാണെങ്കിൽ അയാൾ അതിൽ വിജയിക്കോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. അയാളുടെ ഉദ്ദേശം എനിക്ക് കൂടുതൽ പ്രാമാണികമായത് കിട്ടണം എന്നാണെങ്കിൽ അയാൾ പുറത്താകൂല. ഒരാളുടെ ഉദ്ദേശം മുൻഗാമികളുടെ ഇൽമുകളെ പാഴാക്കണം, ഇമാമുകളെ വില കുറച്ച് കാണിക്കണം, അവർ ചെയ്തതൊന്നും ശരിയായിട്ടില്ല, ഇനി ഞാൻ ഇപ്പോൾ ചെയ്യുന്നതാണ് പുതുതായിട്ട്, ഇതാണ് ശരിക്കുള്ളത് എന്നാണ് അവന്റെ ഇതെങ്കിൽ അവൻ പുറത്താകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ ഉസൂലിന്റെ ഫിഖിന്റെ ഒക്കെ കിതാബുകളിൽ പറയുന്നതാണ്, ഇമാം അബു ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം ഔസാഇ, ആ തലമുറയിലുള്ള ഇമാമുകൾ അവർ സലഫുകളാണ്, അവർ ഇമാമുകളാണ് എന്ന് വിശ്വസിക്കണം. അവരെ കൂട്ടത്തോടെ തള്ളിക്കളയുന്നവൻ പിന്നെ അവൻ അഹ്ലുസുന്നയാകാൻ കുറച്ച് പ്രയാസമാണ്. ഇതാണ് ഈ ഹദീസിൽ നമ്മുടെ അക്കാബിരിങ്ങളുടെ ഫത്വയിൽ നിന്ന് മനസ്സിലാകുന്നത്. അഖീദയുടെ ഗ്രന്ഥങ്ങളിലും ഇവിടെ അഖീദയാണ് അസലാണെന്ന് പറയുന്ന ഒരു വിഷയങ്ങളും പരാമർശിക്കപ്പെടാറില്ല. തവസ്സുൽ ഫിഖ്ഹിലാണ്, ഇസ്തിഗാസന്റെ പല രീതികളും ഫിഖ്ഹിലാണ് വരുന്നത്. പിന്നെ മൗലിദ് ഫിഖ്ഹിന്റെ വിഷയമാണ്. പിന്നെ ചെയ്തു വരുമ്പോഴാണ് അതിൽ പലതും വിശ്വാസവും ഒക്കെ കലരുന്നത്. ഇനി വിശ്വാസ കാര്യങ്ങളിൽ തന്നെ അടിസ്ഥാനപരവും ശാഖാപരവും. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഖബറിൽ പല രീതിയിലുള്ള ശിക്ഷകളും പല രീതിയിലുള്ള പ്രതിഫലങ്ങളും. ഇതിൽ ഓരോന്നും അടിസ്ഥാനങ്ങളല്ല, പക്ഷെ ഇതിന്റെ കേന്ദ്ര ആശയം അടിസ്ഥാന വിശ്വാസമായിട്ട് മാറും. അദാബുൽ ഖബർ വ നഈമുഹു വിശ്വസിക്കണം, നിർബന്ധമാണ്. പക്ഷെ അതിൽ ഓരോന്നും ഒരു പക്ഷെ ഒരാൾ വിശ്വസിച്ചില്ലെങ്കിൽ പോലും 73-ൽ പെടണം എന്നില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ 73-ൻ്റെത് പറഞ്ഞത് വ്യക്തമായോ? ഇല്ല, മുസ്ലിം ഉമ്മത്താണ്. ഉമ്മത്തുൽ ഇജാബയുണ്ട്, ഉമ്മത്തുൽ ദഅവത്തും ഉണ്ട്. ഉമ്മത്തുൽ ഇജാബ ഇസ്ലാമിന്റെ ദഅവത്തിന് ഉത്തരം നൽകിയ ഉമ്മത്ത് 73 ആകും എന്നാണ് ഹദീസിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ പാശത്തെ, അള്ളാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞു. ഇതിനെ വിവരിക്കാം. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഭിന്നിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ അനുവാദം ഉള്ളതുകൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിൽ ഉണ്ടാകുന്നതിന് തെറ്റില്ല. പക്ഷെ ആ സമയത്ത് ഹൃദയങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഇസ്ലാമിന് ഗുണകരമായ പ്രവർത്തികളിൽ ഒന്നായിരിക്കണം. ആ രീതിയിൽ വരാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ നമ്മൾ മിതവാദികളെ പ്രൊമോട്ട് ചെയ്ത് തീവ്ര ആശയങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട ഉലമാക്കൾ, ഉമറാക്കൾ, അവർ പരസ്പരം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി നല്ല ആശയങ്ങൾ പറയുന്ന എതിർ വിഭാഗക്കാരെ അടുപ്പിക്കുകയും അതിനെ ആ വിഭാഗത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ ഒരു പരിധിവരെ ഇത് നടപ്പിലാക്കാൻ സാധിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ മാതൃകയുണ്ട്. പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ ഓൾ സിലോൺ ജമിയത്തുൽ ഉലമ എല്ലാ സംഘടനകളും, പച്ച ദർഗ പൂജകരൊഴികെ ബാക്കി എല്ലാവരും ഒത്തുചേരുന്ന ഒരു വേദിയാണ്. ശ്രീലങ്കൻ മുസ്ലിം എന്ന നിലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവർ ഒറ്റക്കെട്ടാണ്. നമ്മുടെ ഒരു ആലിം മുഫ്തി റിൽവി തബ്ലീഗിന്റെ ഷൂറയിൽ അംഗമാണ്. അദ്ദേഹം എന്താണ് ഈ ജമിയത്തിനെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹായി ഷെയ്ഖ് അഗാർ ജമാഅത്ത് ഇസ്ലാമിയാണ്. വേറൊരു പ്രൊഫസർ സലഫിയാണ്. പക്ഷെ ഇവർ ശ്രീലങ്കയിലെ മുസ്ലിമിന് ഇസ്ലാമിന്റെ പുറത്തുനിന്നൊരു ശല്യം ഉണ്ടാകുമ്പം ഇവർ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ശരിയായ രീതി. അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ വഅതസിമു ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന ആയത്തിനെ നമ്മൾ അമൽ ചെയ്തവരാവുകയുള്ളൂ. അല്ലാഹു അഅലം. സ്ത്രീകൾക്ക് നമസ്കാരമില്ലാത്ത സമയത്ത്, അതായത് അവരുടെ ആർത്തവ കാലത്ത് ഖുർആൻ തൊടുകയും ഓതുകയും ചെയ്യുന്നതിന്റെ വിധി എന്താണ്? 2-3 ഹദീസുകളുടെ വെളിച്ചത്തിലാണ് 4 മദ്ഹബിലും ജനാബത്തുകാര് ഖുർആൻ ഓതരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു നേരിട്ട് ജനാബത്തുകാരി ഓതരുത് എന്ന് പറഞ്ഞ ഹദീസിൽ ലോഫുണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷെ പണ്ഡിതന്മാർ ഒരു തലമുറയെ നോക്കും. ഒരു തലമുറയിലെ മുഴുവൻ സ്ത്രീകളും ജനാബത്തുള്ളവർ തൊടാത്തവരാണെന്ന് കണ്ടാൽ അതവർ പഠിച്ച അമലാണ്. രണ്ടാമത്തെ സംഗതി, ഒരു സഹാബി അദ്ദേഹത്തിന്റെ വൃത്തിയുമായി അടിമസ്ത്രീയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. ഭാര്യയ്ക്ക് ദേഷ്യം വന്ന സമയത്ത് ആ സമയത്തുള്ള ദേഷ്യം, ഈർഷ്യ, പെട്ടെന്ന് കത്തിയെടുത്ത് കൊല്ലാൻ പോയി. ഇദ്ദേഹം അള്ളാഹുവിന്റെ പേരിൽ ഒരു സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു.
ആ സമയത്ത് ജനാബത്തുകാരനായതുകൊണ്ട് അദ്ദേഹം ഖുർആൻ ഓതിയില്ല. ഒരു കവിതയുടെ ശകലമാണ് ആയത്ത് പോലെ ഓതിയത്. എന്നിട്ട് നബി തങ്ങളുടെ ഈ സംഭവം വന്ന് പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ പുഞ്ചിരി തൂകി. അപ്പൊ ജനാബത്തിന്റെ സമയത്ത് ഖുർആൻ ഓതൂല എന്നത് ഈ പത്നിക്കും ഇദ്ദേഹത്തിനും അറിയാം. അത് നബി തങ്ങളോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ആ കാര്യം അവർക്കിടയിൽ ഗ്രാഹ്യമുള്ള വിഷയമാണ്, അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് ജനാബത്തായിട്ടില്ലെന്ന് അദ്ദേഹം ഇങ്ങനെ തെളിയിച്ചിട്ട് എന്താ കാര്യം? അത് ആ ഭാര്യക്ക് എങ്ങനെ മനസ്സിലാകും? നബിതങ്ങൾ എന്തിനാണ് ഈ സംഭവം കേട്ട് ചിരിച്ചത്? അദ്ദേഹം കവിത പാടിയിട്ട് ഖുർആൻ പോലെ ആക്കി കൊടുത്തു. ഇങ്ങനെയുള്ള പല ഹദീസുകളുടെ വെളിച്ചത്തിലാണ് 4 മദ്ഹബിന്റെ ഇമാമുമാരും സഹാബാക്കളിലെ വലിയൊരു സംഘവും ഇത് പറഞ്ഞിട്ടുള്ളത്. സഹാബാക്കളിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാത്രം അല്ലാഹു അലം തൊടാം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതിനെ പിടിച്ചുകൊണ്ടാണ് പലരും അത് പറയുന്നത്. നേരെ ഉദ്ദേശമുള്ളവർക്ക് കാര്യം മനസ്സിലാക്കാൻ പാകത്തിനുള്ള തെളിവുകളുണ്ട്. പിന്നെ ഇതിൽ എല്ലാ മദ്ഹബിലും ചെറിയ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബിൽ ഒഴിവുണ്ട്. ദിക്ർ ദുആന്റെ അർത്ഥത്തിലുള്ള ആയത്തുൽ കുർസി, ഫലഖ്, നാസ് പോലുള്ളവ ഓതുന്നതിന് തടസ്സമില്ല. പിന്നെ മറ്റു ചില മദ്ഹബുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി അര ആയത്ത്, അങ്ങനെയൊക്കെയുള്ള ചില ഒഴിവുകളുണ്ട്. എന്തായാലും ഖുർആനായിട്ട് ഓതുന്നതിന് ഹൈലുകാരിക്ക് പാടില്ല, തൊടാനും പാടില്ല. ഇതാണ് 4 മദ്ഹബിന്റെയും അഭിപ്രായം. സഹാബാക്കളിലെ വലിയൊരു സംഘത്തിന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. ഈ സംഭവത്തിലൂടെ ഇത് നേരിട്ടല്ലെങ്കിലും ഇത് വലിയ തെളിവാണ്. ആ സ്ത്രീക്കും ഈ സഹാബിക്കും നബിതങ്ങളുടെ മുമ്പിൽ അത് വന്ന് പറയുമ്പോൾ ജനാബത്തിൽ ഖുർആൻ ഓതൂല എന്ന കാര്യം അവർക്കിടയിൽ വളരെ വ്യക്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. ഇതും സലഫികൾ അംഗീകരിക്കുന്നതാണ്. ഇബ്നു തൈമിയുടെ, ഇബ്നു ബാസിന്റെ അവരുടെ ഫത്വ, സ്ഥിരം സമിതിന്റെ ഫത്വ ഇതാണ്. ഈ വിഷയത്തിലും കോലിട്ടത് ഷെയ്ഖ് അൽബാനിയാണ്. അയാളിത് പറഞ്ഞു. അൽബാനി ഭ്രമികൾ നാട്ടിൽ ഇത് അടിച്ചിളക്കി, സ്ത്രീകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി. എന്നിട്ട് അവരാൾക്കാർ തന്നെ പിന്നെയും പറയാണ് ആർത്തവ കാലത്ത് ഓതിയ ജിന്ന് കയറുന്നു. ഇപ്പൊ ജിന്ന് കയറാൻ വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിപ്പോ ജിന്നിന്റെ പുറകിൽ നടക്കുന്നില്ല. ഇവര് പറയുന്ന ആർത്തവ കാലത്ത് ഓതാം, എന്നിട്ട് ഇവർ തന്നെ പറയുന്ന ആർത്തവ കാലത്ത് ഓതിയാൽ ജിന്നിന്റെ ശല്യം ഉണ്ടാവത്തില്ല. ജിന്നിനെ ക്ഷണിച്ചു വരുത്താണ്. അല്ലാഹു അലം. കഴിഞ്ഞല്ലോ ഇൻഷാ അല്ലാഹ്. അതിൽ അവസാനം ഇമാം മാലിക്കിൽ, അത് നമ്മളെ ആലിമീങ്ങൾക്ക്, നമ്മളെ കൂട്ടുകാരായ ആലിമീങ്ങൾക്ക് വേണ്ടി പറയാണ്. ഇമാം ദഹബി സലഫിയാണ്, അഖീദയിൽ ഫിഖ്ഹിൽ ഷാഫിഇയാണ്, ഹദീസ് വിശാരദനാണ്. അദ്ദേഹം മദ്ഹബ് പിൻപറ്റുന്ന ആളുകൾ തെളിവ് കിട്ടുമ്പോൾ എങ്ങനെ മാറണം എന്നതിനെ പറ്റി ഒരൊറ്റ ഉദ്ധരണി അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഉദ്ധരണിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇമാം ഇബ്നു ഹസ്മ പറഞ്ഞു, ഞാനൊരു മദ്ഹബിനെ പിൻപറ്റുകയില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, ഒരാൾ ഇജ്തിഹാദിന്റെ പദവിയിലെത്തുകയും മൻ ബലഗ റുത്ബത്തുൽ ഇജ്തിഹാദി വശഹിദ ലഹു ബിദാലിക ഇദ്ദത്തു മിനൽ അയ്മൻ ലം യസ്ലഹു അൻ യുഖല്ലിദ്. ഒരാൾ ഇജ്തിഹാദിന്റെ പദവിയിലെത്തുകയും ഒരു വലിയ സംഘം പണ്ഡിതന്മാർ അയാൾ മുജ്തഹിദാണെന്ന് പറയുകയും ചെയ്താൽ അയാൾ പിന്നെ തഖ്ലീദ് ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ വിഭാഗത്തിന് അദ്ദേഹം പരിചയപ്പെടുത്തി അൽ ഫഖീഹുൽ മുൻതഹി, നന്നായിട്ട് ഫിഖ്ഹ് പഠിച്ചൊരു വ്യക്തി. അൽ യഖിൽ, നല്ല ഗ്രാഹ്യമുള്ള ഹദീസ് അറിയുന്ന മുഹദ്ദിസായ, ഫിഖ്ഹിൽ ഗ്രന്ഥം മനപ്പാഠമാക്കിയിട്ടുള്ള, ഉസൂലുൽ ഹദീസിലും കിതാബ് പഠിച്ചിട്ടുള്ള, നഹ്വ് അറിയുന്ന, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, അള്ളാഹുവിന്റെ കിതാബ് മനപ്പാഠമുള്ള, തഫ്സീർ സ്ഥിരമായി ആ ജോലിയിൽ വ്യാപൃതനാകുന്ന, വഖുവ്വത്തി മുനാദറത്തിഹി, നന്നായിട്ട് വിഷയങ്ങൾ സമർത്ഥിക്കാൻ പറ്റുന്ന ആളുകൾ, ഫഹുവ റുത്ബത്തു മൻ ബലഗൽ ഇജ്തിഹാദൽ മുഖയ്യദ്, ഇയാൾക്ക് ഒരു മദ്ഹബിന്റെ കീഴിൽ നിന്നുകൊണ്ട് വിഷയങ്ങൾ പരിശോധിക്കാം. ഇത്രയും യോഗ്യതകൾ, ഹഫിള മുഖ്തസറൻ ഫിൽ ഫുറൂ വ കിതാബൻ ഫി ഖവായിദിൽ ഉസൂൽ, ഖറഅൻ നഹ്വ, ശാറക ഫിൽ ഫളായിൽ മഅ ഹിഫ്ളിഹി ലികിതാബില്ലാഹി വ തശാഗുലിഹി ബിതഫ്സീരിഹി വ ഖുവ്വത്തി മുനാദറത്തിഹി. 8 അഫ്ദലുൽ ഉലമ ചെയ്യണത് കിട്ടണമെങ്കിൽ, മനസ്സിലായല്ലോ, 1 2 ഒന്നും പോരാ. ഇത്രയും ചെയ്താൽ ഫഹാദ റുത്ബത്തു മൻ ബലഗ അൽ ഇജ്തിഹാദ് അൽ മുഖയ്യദ്, ഇയാള് വലിയ ഇമാമാകും എന്നല്ല, ഒരു ഇമാമിന്റെ കീഴിൽ അയാളുടെ തെളിവ് പരിശോധിക്കാൻ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാം വേണമെങ്കിൽ. ഇമാമുകളുടെ തെളിവ് പരിശോധിക്കാൻ അയാൾക്ക് യോഗ്യതയുണ്ട്. മനസ്സിലായില്ല? എന്നിട്ട് ഇയാൾ എന്താ ചെയ്യേണ്ടത് അടുത്ത് പറയും. അങ്ങനെ അയാൾക്ക് സത്യം ബോധ്യപ്പെട്ടു ഒരു വിഷയത്തിൽ. വലിയ പണിയാ കേട്ടോ. ഒരാൾ പറഞ്ഞു, ഹനഫി മദ്ഹബിൽ ഒരുപാട് വിഷയങ്ങൾ ഹദീസിനെതിരാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത വിഷയമാണ്, നായി തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന ബുഖാരിന്റെ ഹദീസാണ്. അത് അഹ്മദ് ഭായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. അതെ, വേറെ ആരെങ്കിലും ഹദീസ് ഉണ്ടോ ബുഖാരിൽ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് 3 പ്രാവശ്യം കഴിയാൻ മതി. ഇതൊക്കെ അടുപ്പില്ലാത്ത ചൂടെന്തിനാണ് ചെമ്പിന്? അദ്ദേഹമാണ് ഉദ്ധരിച്ചത്. അദ്ദേഹം പറയാണ് സഹീഹായ സനദോടെ നായി തൊട്ടാൽ 3 പ്രാവശ്യം കഴിയാൻ മതി.
നിങ്ങൾക്ക് എന്താ ബേജാറിത്ര? നബിതങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട സഹാബി ഫത്വ കൊടുക്കാണ് 3 മതിയെന്ന്. ഹനഫികളുടെ ഉസൂലാണ് ഒരു സഹാബി ഒരു ഹദീസ് ഉദ്ധരിക്കുകയും അദ്ദേഹം വേറൊരു അമൽ ചെയ്യുകയും ചെയ്താൽ അതിന്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാത്ത എന്തോ കാര്യമുണ്ട്. 7 പ്രാവശ്യം കഴുകൽ നല്ലതാണ്, 3 പ്രാവശ്യം കഴുകൽ മതിയാകുന്നതാണ്. നേർക്ക് നേരെ അത് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 മാസം റിസർച്ച് ചെയ്തോ ഒരൊറ്റ വിഷയത്തിൽ ഹനഫി മദ്ഹബിൽ അത് തെറ്റാണെന്ന് നിങ്ങൾ പറ. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണെന്നല്ല, നിങ്ങൾ പറയും അതാണ് ശരിയെന്ന് പറയും. നിങ്ങൾക്ക് 2 മാസം റിസർച്ച് ചെയ്താൽ പോലും ഒന്നും തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. ഒരു വിഷയത്തിൽ ഹക്ക് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം കേൾക്കലല്ല, മുഴുവൻ തെളിവുകളും പഠിക്കണം. അത് കുറച്ച് പ്രയാസമുള്ള പണിയാണ്. അങ്ങനെ ചെയ്തു, അയാൾക്ക് ഒരു ഹദീസ് കിട്ടുകയും ചെയ്തു. അടുത്ത ഷർത്ത്, ഇത്രയും യോഗ്യതകൾ ഉണ്ടായി, അയാൾക്ക് തെളിവ് പരിശോധിച്ച് വഅമില ബിഹാ അഹദുൽ അഇമ്മത്തിൽ അഅലാമി കഅബി ഹനീഫത മസലൻ ഔ മാലിക് ഔ സൗരി ഔ ഔസാഇ ഔ ഷാഫിഈ വ അബീ ഉബൈദ് വ അഹ്മദ് വ ഇസ്ഹാഖ്. ഇമാമുകളിൽ ആരെങ്കിലും ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിട്ടുമുണ്ട് എങ്കിൽ അയാൾ സൂക്ഷ്മതയോടുകൂടെ, ഇളവുകൾ അന്വേഷിക്കാതെ തഖ്വയോടുകൂടെ അയാൾക്ക് ആ വിഷയത്തെ പിൻപറ്റാം. ആ വിഷയത്തിൽ ഇനി അയാൾ ആ ഇമാമിനെ പിൻപറ്റേണ്ടതില്ല. അപ്പൊ നമ്മൾ ഹദീസുകൾ സ്വീകരിക്കണമെന്നും പഠിക്കണമെന്നും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ യോഗ്യരായ ആളുകൾക്ക് ആ യോഗ്യത നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അഖീദയിൽ സലഫിയായ ഹദീസ് വിശാരദനായ ഇമാം ദഹബി പറഞ്ഞതാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിലാകാത്തൊരു വ്യക്തി, 3ാമത്തെ തരത്തിലുള്ളവർ, അൽ ഫഖീഹ് അൽ മുബ്തദി, പഠിച്ചു വരുന്ന വിദ്യാർത്ഥി, സാധാരണക്കാരൻ, ഖുർആൻ മനപ്പാടമുള്ള അല്ലെങ്കിൽ കുറെ ഭാഗങ്ങൾ മനപ്പാടമാക്കിയ അയാൾ ഒരിക്കലും ഇജ്തിഹാദ് ചെയ്യാൻ നിൽക്കരുത്. വകൈഫ യജ്തഹിദു വമല്ലദി യഖൂലു വഅലാമ യബ്നി വകൈഫ യതീറു വലമ്മ യുറയിഷ്. ചിറക് മുളക്കാതെ എങ്ങനെ പറക്കും? എന്ത് ആശയം നിങ്ങൾ പറയും? എന്ത് അടിസ്ഥാനങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കെട്ടിടം വാർക്കും? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഇടയിൽ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ, അവരെ പറ്റി. ഇത് ഇമാം ഇബ്നു ഹസ്മിന്റെ ചരിത്രത്തിൽ പറഞ്ഞു. ഇമാം മാലിക്കിന്റെ ഒരു പ്രസ്താവന ഉണ്ട്, കുല്ലുൻ യൂഖദു വയുറദ് ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. ഈ ഖബറിലെ നബി ഒഴികെ ബാക്കി എല്ലാവരെയും തള്ളുകയും ചെയ്യാം, കൊള്ളുകയും ചെയ്യാം. ഇവരുടെ ഏറ്റവും വലിയ സ്ഥാനാണ് തള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? കാര്യം പറഞ്ഞ് നേരെ മുമ്പെന്ന് തള്ളണം, കാര്യം പറഞ്ഞു തള്ളണം. അപ്പൊ അത് ആർക്ക് പറ്റും? അത് ഇദ്ദേഹം പറയാണ്. നേരത്തെ പറഞ്ഞ 2ാമത് പറഞ്ഞ യോഗ്യത ഉള്ളവർ, അവർ മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുല്ലുൻ യുഖദു മിൻ ഖൗലിഹി വയുത്രക് ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. ശരി, കുല്ലു മൻ അനിസ മിൻ നഫ്സിഹി ഫിഖ്ഹൻ. ഒരാൾക്ക് നന്നായിട്ട് ഫിഖ് അറിയാം, വസഅത ഇൽമിൻ, വിശാലമായ അറിവുണ്ട്, വഹുസ്ന ഖസ്ദിൻ, സദുദ്ദേശമുണ്ട്. സംഘടനയിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ തന്നെ സദുദ്ദേശം പോയി പോകും. എല്ലാ സംഘടന തെറ്റല്ല, ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് തെറ്റല്ല. പക്ഷെ എല്ലാ തെറ്റിലും എല്ലാ ശരിയിലും ഒരുമിച്ച് കടിച്ചു തൂങ്ങുക എന്നൊരർത്ഥം സംഘടനക്കുണ്ട്. ഇപ്പൊ ഖുനൂത്തിനെ പറ്റി അവർ ഇതുവരെ പറഞ്ഞ കളത്തരങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് നിങ്ങളിത് വാദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് പിൻവലിച്ചു എന്ന് പറയോ? അത് പറയൂല, ഒരു തടസ്സവും ഇല്ല. റബീ ഇബ്നു അനസ് അസീകാരനാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു റബീ ഇബ്നു അനസ് ഹദീസിലെ ഇമാമാണ്. അപ്പൊ റബീ ഇബ്നു അനസ് അസീകാരനാണെന്ന് അന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ന് പിൻവലിച്ചു എന്ന് പറയോ? അത് പറയൂല. അപ്പൊ എന്ത് സദുദ്ദേശാണുള്ളത്? 100 കണക്കിന് കാര്യങ്ങളുണ്ട്, ഒരിക്കലും ഇവർ പിൻവലിച്ചു എന്ന് പറയൂല. സദുദ്ദേശമുള്ള ആളുകൾ, അയാൾ ഒരു മദ്ഹബിനെ തന്നെ എല്ലാ വിഷയത്തിലും പിൻപറ്റേണ്ടതില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഈ നേരത്തെ പറഞ്ഞ യോഗ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് ചെയ്യാം, തെളിവ് വ്യക്തമായാൽ, പ്രമാണം വ്യക്തമായാൽ ആ വിഷയത്തിൽ ഇമാമിനെ പിൻപറ്റണം. അതിന്റെ അർത്ഥം ബാക്കി എല്ലാത്തിനും തഖ്ലീദ് ചെയ്യാം, തഖ്ലീദ് ഹറാമാണെന്ന് മുൻഗാമികളിൽ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ യഅ്മലു ബിമാ തബർഹന, അദ്ദേഹത്തിന് മനസ്സിലായ തെളിവ് സ്വീകരിക്കണം. ഇമാമുകൾ അപ്പുറത്തുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാം, അതിൽ ദേഹേച്ഛകളെ പിൻപറ്റരുത്. സാധാരണക്കാർക്ക് ആ ഫത്വ പറഞ്ഞു കൊടുക്കരുത്. മറിച്ച് ലാ യുഫ്തി ബിഹിൽ ആമ്മ ലാ യുഫ്തിൽ ആമ്മ ഇല്ലാ ബിമദ്ഹബി ഇമാമിഹി ഔ ലിയസ്മുത് ഫീമാ ഖഫിയ അലൈഹി ദലീലു. എന്താണ് ഇതിന്റെ വിധി എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഷാഫി മദ്ഹബിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മദ്ഹബാണോ അതിന്റെ വിധിയാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഗവേഷണം അല്ല അവന് പറഞ്ഞു കൊടുക്കേണ്ടത്, ആ മദ്ഹബിന്റെ വിധിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രാമാണികമായ ഇളവുണ്ടെങ്കിൽ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്രയും യോഗ്യതയുള്ള വ്യക്തിക്ക് വ്യക്തമായാൽ പോലും ലാ യുഫ്തിൽ ആമ്മത ഇല്ലാ ബി മദ്ഹബി ഇമാമിഹി, തന്റെ ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് പൊതുജനങ്ങളോട് പറയാവോ, അതേ ഫത്വ കൊടുക്കാവോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് അമൽ ചെയ്യാം, എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കിയത് സ്വീകരിക്കണം എന്ന് വാദിക്കരുത്. ഔ ലിയസ്മുത് ഫീമാ ഖഫിയ അലൈഹി ദലീലു. ഇനി അവ്യക്തതകളുണ്ടോ നിങ്ങൾക്ക് മൗനം പാലിക്കാം. ഇതാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടതെന്ന് അഖീദയിൽ സലഫിയായ ഹദീസ് വിശാരദനായ ഇമാം ദഹബി, ഇമാം ഇബ്നു ഹസ്മിന്റെയും ഇമാം മാലിക്കിന്റെയും ചരിത്രത്തിൽ പറയുകയാണ്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിൽ
യഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന ആയത്തിന്റെ കൃത്യമായ ഉദ്ദേശം മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ഇമാമുമാർ, ജീവിതം വഖഫ് ചെയ്തവർ, അതിനെ സമ്പുഷ്ടമാക്കിയ തുടർന്നു വന്ന ഇമാമുമാർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ ദീനിന്റെ പ്രവർത്തനത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് തടസ്സം